ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 10th പ്രിലിംസിന് ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളും നമ്മൾ 2 ക്ലാസ്സുകളിലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ആദ്യഘട്ട പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. ഇനി രണ്ടാം ഘട്ട പരീക്ഷ നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇനി വന്ന ചോദ്യങ്ങളും ഇനി വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു പോവാം. നോട്ടൊന്നുമില്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ ഓർത്തെടുത്ത് ഡിസ്കസ് ചെയ്തു പോവാം. അപ്പം പഠിച്ച ആളുകൾക്കാണെങ്കിൽ നല്ലൊരു റിവിഷൻ ഉണ്ടാവും, പഠിക്കാത്തവർക്കാണെങ്കിൽ നല്ല ഒരുപാട് ചോദ്യങ്ങളും കിട്ടും. അപ്പോൾ അധികം ഒന്നും പറയുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യം കേരള ചരിത്രം എന്ന ഭാഗത്തു നിന്നും എപ്പോഴും വരുന്ന ഒരു ചോദ്യമാണ്, കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ഏത്? സംഘടിത കലാപം ഏതാന്ന് ചോദിച്ചാൽ അത് ആറ്റിങ്ങൽ കലാപം. ഓക്കെ, ആറ്റിങ്ങൽ കലാപമാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം. സംഘടിത കലാപം ചോദിച്ചാലാണ് ആറ്റിങ്ങൽ കലാപം, അല്ലെ? കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ ആറ്റിലേക്ക് കുളിക്കാനൊക്കെ പോകുമ്പോൾ എങ്ങനെ പോവുക? സംഘടിച്ചിട്ടാണ് ആറ്റിലേക്ക് കുളിക്കാൻ പോകുക. അപ്പൊ ആറ്റിലേക്ക് കുളിക്കാൻ പോകുന്നതാലേക്ക് കേട്ടോ, ആറ്റിങ്ങൽ കലാപം. സംഘടിച്ച് ആറ്റിലേക്ക് കുളിക്കാൻ പോകുക. അപ്പൊ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. എന്താണ്? ആദ്യ സംഘടിത കലാപമാണ് എന്ന ചോദ്യം വരാണ്. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം ഏത് എന്നൊരു ചോദ്യം വന്നാൽ അത് അഞ്ചുതെങ്ങ് കലാപം. അഞ്ചുതെങ്ങ് കലാപമാണ്. ഓക്കെ, അഞ്ചുതെങ്ങ് കലാപം. ഓക്കെ അല്ലെ? ഈ അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം ചിലപ്പോൾ ചോദ്യം വരും. ഇത് വന്നിട്ടുണ്ട് 1697 അഞ്ചുതെങ്ങ് കലാപം നടന്നത്. എന്നാൽ ആറ്റിങ്ങൽ കലാപത്തിന്റെ ചോദിക്കുകയാണെങ്കിൽ 1721 ആണ്. 1721 ആറ്റിങ്ങൽ കലാപം, 1697 അഞ്ചുതെങ്ങ് കലാപം. അപ്പൊ അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം കിട്ടിയല്ലോ. ഇനി അഞ്ചുതെങ്ങിൽ കോട്ട പണിത വർഷം ചോദിക്കുകയാണെങ്കിൽ അഞ്ചുതെങ്ങിൽ കോട്ട പണി കഴിപ്പിച്ചത് 1695 ആദ്യം കോട്ട പണിയുണ്ടായി. ഓക്കെ, ആദ്യം കോട്ടയാണ് പണിതത്, പിന്നെയാണ് അവിടെ കലാപമൊക്കെ ഉണ്ടായത്. ഇനി അഞ്ചുതെങ്ങ് കലാപത്തിന്റെ കാരണം ചോദിക്കുകയാണെങ്കിൽ കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തതാണ്. അതും ചിലപ്പോൾ ചോദ്യം വരും. കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തതിനെ തുടർന്നാണ് അഞ്ചുതെങ്ങ് കലാപം ഉണ്ടായത്. അഞ്ചുതെങ്ങിൽ കോട്ട പണി കഴിപ്പിച്ചത് 1695. അഞ്ചുതെങ്ങ് കലാപം നടന്നത് 1697. അഞ്ചുതെങ്ങിൽ കോട്ട പണിയാൻ അനുമതി നൽകിയത് ആരാന്ന് ചോദിക്കും. ഓക്കെ, അഞ്ചുതെങ്ങിൽ കോട്ട പണിയാൻ അനുമതി നൽകിയത് ആറ്റിങ്ങൽ റാണിയാണ്, അല്ലെങ്കിൽ ആറ്റിങ്ങൽ ഉമയമ്മ റാണി. ആറ്റിങ്ങൽ റാണി, തെറ്റിക്കരുത്. ആറ്റിങ്ങൽ റാണി ആറ്റിങ്ങൽ കലാപവുമായിട്ടല്ല ബന്ധമുണ്ട്. എന്നാൽ ആറ്റിങ്ങൽ റാണി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അതായത് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് അഞ്ചുതെങ്ങ് കലാപവുമായി ബന്ധപ്പെട്ടതാണ്. അഞ്ചുതെങ്ങിൽ കോട്ട പണിയാൻ ബ്രിട്ടീഷുകാർക്ക് അനുമതി നൽകിയത് ആരാന്ന് ചോദ്യം വരാറുണ്ട്. അതാരാണ്? ആറ്റിങ്ങൽ ഉമയമ്മ റാണിയാണ്, അല്ലെങ്കിൽ ആറ്റിങ്ങൽ റാണിയാണ്. അഞ്ചുതെങ്ങിൽ കോട്ട പണിയാൻ ബ്രിട്ടീഷുകാർക്ക് അനുമതി നൽകിയത് ആറ്റിങ്ങൽ റാണി, അല്ലെങ്കിൽ ആറ്റിങ്ങൽ ഉമയമ്മ റാണി. ഇനി നമുക്ക് ചോദ്യം വരും, ആറ്റിങ്ങൽ കലാപം. ഓക്കെ, ഈ ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാന്ന് ചോദിക്കും. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഗിഫോർഡ് ആണ് കേട്ടോ, ഗിഫോർഡ്. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ്. ഇത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആര്? ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാന്ന് ചോദിച്ചാലാണ് ഗിഫോർഡ് ആണ്. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ്. അപ്പൊ ആറ്റിങ്ങൽ കലാപം എന്താണ്? കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. അതുവരെ ക്ലിയർ അല്ലേ? ആദ്യ കലാപം ഏതാന്ന് ചോദിച്ചാൽ അഞ്ചുതെങ്ങ് കലാപം. ഓക്കെ, അപ്പൊ അതുവരെ ക്ലിയർ ആണ്. ഇനി അവിടുന്ന് കേരള ചരിത്രം എന്നുള്ള ഭാഗത്തു നിന്ന് എപ്പോഴും വരുന്ന ഒരു ചോദ്യമാണ്, കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചതാര്? കേരള സിംഹം രചിച്ചതാരാ? സർദാർ KM പണിക്കർ. സർദാർ KM പണിക്കർ. എന്താണ് കേരള സിംഹം എന്ന ചരിത്ര നോവൽ, അല്ലെങ്കിൽ പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആര് നോക്കിയിരിക്കും ചോദ്യം വരിക. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കറാണ്. സർദാർ KM പണിക്കറാണ് പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത്. അപ്പൊ അത് കിട്ടുമല്ലോ. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദ്യം വന്നാൽ അത് സർദാർ KM പണിക്കറാണ്. ഈ പഴശ്ശി കലാപങ്ങളിൽ നമുക്ക് ഒരുപാട് പഠിക്കാണ്ട്. അതിൽ പ്രധാനമായിട്ടും പഠിച്ചോ, രണ്ടാം പഴശ്ശി കലാപ സമയത്ത്, പഴശ്ശി കലാപങ്ങൾ 2 ഘട്ടങ്ങളിലായിട്ടാണ് നടന്നത്. ഒന്ന് 1793 മുതൽ 97 വരെ ഒന്നാം പഴശ്ശി കലാപം, 1800 മുതൽ 1805 വരെ രണ്ടാം പഴശ്ശി കലാപം. ഈ രണ്ടാം പഴശ്ശി കലാപത്തിൽ ഒന്ന് ചോദ്യം വരും, രണ്ടാം പഴശ്ശി കലാപത്തിൽ പഴശ്ശിയെ സഹായിച്ച കുറിച്യരുടെ നേതാവ്, അല്ലെ? കുറിച്യരുടെ നേതാവ് ആരാന്ന് ചോദിച്ചാൽ അത് തലക്കൽ ചന്തു ആണ്. രണ്ടാം പഴശ്ശി കലാപത്തിൽ
പഴശ്ശിയെ സഹായിച്ച കുറിച്യരുടെ നേതാവാണ് തലക്കൽ ചന്തു. ഇനി വേറൊരു ചോദ്യം വരും, രണ്ടാം പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ ആരായിരുന്നു? രണ്ടാം പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ ആരാന്ന് ചോദിച്ചാൽ ചോദ്യം ഇങ്ങനെ കാണും, തലശ്ശേരി സബ് കളക്ടർ എന്ന് കാണും. ചിന്തിച്ചോ, തലയിൽ നമുക്ക് മുടിയുണ്ട്, ഈ മുടി വെട്ടാൻ ആര് വേണം? ബാർബർ വേണം. അപ്പൊ തലശ്ശേരി സബ് കളക്ടർ എന്ന് കണ്ട TH ബാബർ ആണ് ഉത്തരം. ഓക്കെ, TH ബാബർ. TH ബാബർ ആണ് രണ്ടാം പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ. ഓക്കെ, രണ്ടാം പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ ആരാ? തലയിൽ മുടി വെട്ടാൻ ആര് വേണം? ബാർബർ വേണം. TH ബാബർ. TH ബാബർ. തോമസ് ഹാർവേ ബാബർ ആണ് കേട്ടോ. തോമസ് ഹാർവേ ബാബർ ആണ്. TH ബാബറിന്റെ ഫുൾ ഫോം തോമസ് ഹാർവേ ബാബർ എന്നാണ് അല്ലെ. മുഴുവൻ പേര് ചിലപ്പോൾ വരികയാണെങ്കിൽ അത് വന്നാൽ ശ്രദ്ധിക്കണം. തോമസ് ഹാർവേ ബാബർ, അതാണ് TH ബാബർ. എന്താണ്? രണ്ടാം പഴശ്ശി കലാപ സമയത്തെ എന്താണ്? തലശ്ശേരി സബ് കളക്ടർ. പിന്നെ ചോദ്യം വരും, രണ്ടാം പഴശ്ശി കലാപ സമയത്തെ ബ്രിട്ടീഷ് പട്ടാള സൈന്യാധിപൻ ആര് എന്നൊരു ചോദ്യം വരാറുണ്ട്. ബ്രിട്ടീഷ് പട്ടാള സൈന്യാധിപൻ ആരാണ്? കേട്ടിട്ടുണ്ടാവല്ലോ, ബ്രിട്ടീഷ് പട്ടാള സൈന്യാധിപൻ ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നൊക്കെ അറിയപ്പെടുന്ന ആർത്തർ വെല്ലസ്ലി. ആർത്തർ വെല്ലസ്ലി. ആർത്തർ വെല്ലസ്ലി ആണ് രണ്ടാം പഴശ്ശി കലാപ സമയത്തെ ബ്രിട്ടീഷ് പട്ടാള സൈന്യാധിപൻ. ബ്രിട്ടീഷ് പട്ടാള സൈന്യാധിപൻ ആർത്തർ വെല്ലസ്ലി. ഈ പേര് മുമ്പ് കേട്ടിട്ടുണ്ടാവും അല്ലെ. 1815 ഒരു യുദ്ധം നടന്നു. 1815 വാട്ടർലൂ യുദ്ധം അല്ലെ. വാട്ടർലൂ യുദ്ധം നടന്നതാണ് 1815. ഇത് നമുക്ക് ലോക വിപ്ലവങ്ങളുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ള ഒരു സംഭവമാണ്. 1815 വാട്ടർലൂ യുദ്ധം അല്ലെ. നെപ്പോളിയനെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് വാട്ടർലൂ യുദ്ധം. ഈ വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയത് ആരെന്ന് ചോദ്യം വരും. വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയതും ആർത്തർ വെല്ലസ്ലി ആണ്. നെപ്പോളിയൻ ആണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നറിയപ്പെടുന്നത്. അതും കൂടെ പഠിച്ചു വെച്ചോ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നറിയപ്പെടുന്നത് നെപ്പോളിയൻ ആണ്. നിങ്ങൾ എനിക്ക് നല്ല അമ്മമാരെ തരൂ, ഞാൻ നിങ്ങൾക്ക് നല്ല രാഷ്ട്രം തരാന്ന് പറഞ്ഞത് ആരാന്ന് ചോദ്യം വരും. അത് നെപ്പോളിയൻ ആണ്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാന്ന് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. പഠിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞതാരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഓക്കെ, നിങ്ങൾ എനിക്ക് നല്ല അമ്മമാരെ തരൂ, ഞാൻ നിങ്ങൾക്ക് നല്ല രാഷ്ട്രം തരാന്ന് പറഞ്ഞത് നെപ്പോളിയൻ ആണ്. നെപ്പോളിയൻ ആണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അതും പഠിച്ചു വെക്കുക. അപ്പൊ 1815 ചിലപ്പോ ചോദ്യം വരും, വാട്ടർലൂ യുദ്ധം നടന്ന വർഷം. വാട്ടർലൂ യുദ്ധം നടന്ന വർഷം 1815. ഓക്കെ, ഇതൊക്കെ ചോദ്യം വരാൻ ചാൻസ് ഉള്ളതാണ്. എന്നാൽ റിപ്പീറ്റ് ചെയ്തിട്ട് ഉറപ്പിച്ചിട്ട് വരാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ ഞാൻ പ്രത്യേകം എടുത്ത് പറയും. അതിലൊന്നാണ് ഇപ്പൊ പറഞ്ഞു, ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ രണ്ടാം പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ. അത് ഉറപ്പായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരാൻ ചാൻസ് ഉണ്ട്. ഇത് വന്നില്ലെങ്കിൽ ആർത്തർ വെല്ലസ്ലി വന്നില്ലെങ്കിലും രണ്ടാം പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ അല്ലെങ്കിൽ ചോദ്യം വരും, രണ്ടാം പഴശ്ശി കലാപ സമയത്ത് പഴശ്ശിയെ സഹായിച്ച കുറിച്യരുടെ നേതാവ് ആരാന്ന് ചോദിക്കും. അത് തലക്കൽ ചന്തു ആണ്. തലക്കൽ ചന്തു. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ച് നമ്മൾ പറഞ്ഞു സർദാർ KM പണിക്കറാണ്. സർദാർ KM പണിക്കർ. അപ്പൊ അതുവരെ ക്ലിയർ ആണ്. സർദാർ KM പണിക്കറാണ് പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത്. പിന്നെ കഴിഞ്ഞതിൽ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു, കേരള മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നതും ഭാരത കേസരി എന്നറിയപ്പെടുന്നതും ആരാണ്? ഞാൻ മുമ്പുള്ള ക്ലാസ്സിൽ പറഞ്ഞു തന്നാണ്, അത് ചോദ്യം വരും. ഭാരത കേസരി, കേരള മദൻ മോഹൻ മാളവ്യ എന്നൊക്കെ അറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ്. ഈ മന്നത്ത് പത്മനാഭനെ കേരള മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാലും ഈ KM പണിക്കറാണ്. KM പണിക്കറാണ് മന്നത്ത് പത്മനാഭനെ കേരള മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത്. മന്നത്ത് പത്മനാഭനെ കേരള മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കറാണ്. അതുപോലെ തന്നെ വാസ്കോഡ ഗാമയുടെ ആഗമനത്തെ ഏഷ്യ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗത്തിന്റെ തുടക്കം എന്ന് വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദ്യം വരും. ഓക്കെ, എന്താണ് വിശേഷിപ്പിച്ചത്? വാസ്കോഡ ഗാമയുടെ ആഗമനത്തെ ഏഷ്യ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗത്തിന്റെ തുടക്കം എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാലും സർദാർ KM പണിക്കറാണ്. ചോദ്യം വരാറുണ്ട്, വാസ്കോഡ ഗാമ കോഴിക്കോട് കാപ്പാട് വന്ന് കപ്പലിറങ്ങിയത് 1498 മെയ് 20-നാണ്. 1498 മെയ് 20-നാണ് വാസ്കോഡ ഗാമ കോഴിക്കോട് കാപ്പാട് വന്ന് കപ്പലിറങ്ങിയത്. എപ്പോഴാണ്? 1498 മെയ് 20. വാസ്കോഡ ഗാമ ഒരു തവണ അല്ല കേരളം സന്ദർശിച്ചത്. ചിലപ്പോൾ ഒരു ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്, വാസ്കോഡ ഗാമ കേരളം സന്ദർശിച്ച വർഷങ്ങളിൽ പെടാത്തത് ഏത്? 3 തവണ വാസ്കോഡ ഗാമ കേരളം സന്ദർശിച്ചു. ഒന്ന് 1498, അടുത്തത് 1502, പിന്നെ 1524. ഇതിൽ 1498 ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വന്നതായതുകൊണ്ട് ഒരുപാട് ആളുകൾ പഠിച്ചിട്ടുണ്ടാവും. 1498 മെയ് 20 വാസ്കോഡ ഗാമ കോഴിക്കോട് കാപ്പാട് വന്ന് ആദ്യമായി കപ്പലിറങ്ങിയ വർഷം. ഈ രണ്ടാമത്തെ വർഷം, രണ്ടാമതായിട്ട് വാസ്കോഡ ഗാമ കേരളത്തിൽ എത്തിയത് എപ്പോഴാന്ന് വെച്ചാൽ രണ്ടാമത്, ഇത് നോക്ക് 2 അല്ലേ, 1502. പിന്നെ അടുത്തത് 1524. ഈ വാസ്കോഡ ഗാമ മൂന്നാമത്തെ കേരളം സന്ദർശനത്തിലാണ് ഇവിടെ വെച്ചിട്ടാണ് അന്തരിച്ചത്. അപ്പൊ അതുകൂടെ പഠിച്ചു വെക്കുക. വാസ്കോഡ ഗാമ കേരളത്തിൽ വെച്ചിട്ടാണ് അന്തരിച്ചത് എന്നാണ് 1524 ഡിസംബർ 24.
1524. ഓക്കെ, 1524 ഡിസംബർ 24 വാസ്കോ ഡ ഗാമ കോഴിക്കോടല്ല കേരളത്തിൽ വെച്ചാണ് ജനിച്ചു. കോഴിക്കോട് കാപ്പാട് വന്ന് കപ്പലിറങ്ങിയത് 1498 മെയ് 20 ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അപ്പൊ പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചതും അല്ലെങ്കിൽ പഴശ്ശിരാജയുടെ ചരിത്ര നോവൽ പഴശ്ശിരാജയെ കേന്ദ്ര കഥാപാത്രമാക്കി ചരിത്ര നോവൽ രചിച്ചത്, ഇങ്ങനെ ചോദ്യം വരാറുണ്ട്. കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് ആരെന്ന് ചോദ്യം വരാറുണ്ട്. അതാണ് സർദാർ കെ.എം. പണിക്കർ. പഴശ്ശിയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദ്യം വരാറുണ്ട്. അതും സർദാർ കെ.എം. പണിക്കറാണ്. രണ്ടാം പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ ആരാന്ന് ചോദിച്ചാൽ TH ബാബറാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ഏകദേശം ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി 1721 ആറ്റിങ്ങൽ കലാപത്തിന്റെ ഒപ്പം ഒരു കാര്യം കൂടെ പഠിക്കാണ്ട്, ഈ ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് ഒപ്പുവെച്ച ഉടമ്പടി എപ്പോഴും ചോദ്യം വരാറുണ്ട്. അല്ലെങ്കിൽ വേണാട് ഉടമ്പടി. വേണാട് ഉടമ്പടിയാണ് ആറ്റിങ്ങൽ കലാപവുമായി ഒപ്പുവെച്ച ഉടമ്പടി. ഈ വേണാട് ഉടമ്പടി ഒപ്പുവെച്ച വർഷം ചോദ്യം വരാറുണ്ട്. അത് 1723 കേട്ടോ. 1723 വേണാട് ഉടമ്പടി. അപ്പൊ ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. ഈ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരൊക്കെയെന്ന് ചോദ്യം വരും. അല്ലെങ്കിൽ ഒരു ചോദ്യം വരും, നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദ്യം വരും. ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. അപ്പൊ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ് കേട്ടോ. മാർത്താണ്ഡവർമ്മയാണ്. ഇനി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭാഗത്തു നിന്നും ആരാണ് ഒപ്പുവെച്ചതെന്ന് ഒരു പക്ഷേ ചോദ്യം വന്നാൽ അത് അലക്സാണ്ടർ ഓമാണ്. അപ്പൊ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാണ്? ഒന്ന് മാർത്താണ്ഡവർമ്മയും പിന്നെ ഒന്ന് അലക്സാണ്ടർ ഓമുമാണ്. മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓമുമാണ്. ക്ലിയർ അല്ലേ? മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓമുമാണ് വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. വേണാട് ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1723 വേണാട് ഉടമ്പടി. വേണാട് ഉടമ്പടി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. ഈ മാർത്താണ്ഡവർമ്മയാണ് ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് അല്ലെ. തിരുവിതാംകൂറിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നതും മാർത്താണ്ഡവർമ്മയാണ്. അപ്പൊ ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി, തിരുവിതാംകൂറിലെ ഉരുക്കു മനുഷ്യൻ, ആധുനിക അശോകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് മാർത്താണ്ഡവർമ്മയാണ്. പിന്നെ എന്താണ്? നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാലും മാർത്താണ്ഡവർമ്മയാണ്. പിന്നെ കിഴവൻ രാജ എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദ്യം വരാറുണ്ട്. ഓക്കെ, കിഴവൻ രാജ എന്നറിയപ്പെടുന്നത് കാർത്തിക തിരുനാളാണ്. കാർത്തിക തിരുനാളാണ് കിഴവൻ രാജ എന്നറിയപ്പെടുന്നത്. ചോദ്യം വരിക, കിഴവൻ രാജ എന്നറിയപ്പെടുന്ന ആരാണ്? കാർത്തിക തിരുനാൾ. കാർത്തിക തിരുനാളാണ് കിഴവൻ രാജ എന്നറിയപ്പെടുന്നത്. ഗർഭശ്രീമാൻ, ദക്ഷിണ ഭോജൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ സ്വാതി തിരുനാളാണ്. സ്വാതി തിരുനാൾ. ഈ സ്വാതി തിരുനാളിന്റെ ഭരണകാലമാണ് തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. സ്വാതി തിരുനാൾ. ഓക്കെ, തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം സ്വാതി തിരുനാളിന്റെ ഭരണകാലമാണ്. സ്വാതി തിരുനാൾ. ഓക്കെ, പഠിക്കണേ. സ്വാതി തിരുനാളിന്റെ ഭരണകാലമാണ് തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം. ഇദ്ദേഹം അറിയപ്പെടുന്നത് എന്തൊക്കെയാണ്? ഗർഭശ്രീമാൻ, ദക്ഷിണ ഭോജൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരാന്ന് വെച്ചാൽ സ്വാതി തിരുനാൾ. പിന്നെ കിഴവൻ രാജ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരാന്ന് വെച്ചാൽ അത് കാർത്തിക തിരുനാൾ. ആധുനിക അശോകൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് ആരാന്ന് വെച്ചാൽ അത് മാർത്താണ്ഡവർമ്മ. ഓക്കെ, ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി ആരാന്ന് ചോദിച്ചാലും മാർത്താണ്ഡവർമ്മയാണ്. അപ്പൊ അതും പഠിച്ചു വെക്കാം. ഇനി തൃശ്ശൂർ നഗരത്തിന്റെ ശില്പി ആരാന്ന് ചോദിക്കും. തൃശ്ശൂർ നഗരത്തിന്റെ ശില്പി ആരാണ്? ശക്തൻ തമ്പുരാനാണ്. ശക്തൻ തമ്പുരാനാണ് തൃശ്ശൂർ നഗരത്തിന്റെ ശില്പി. ആലപ്പുഴ പട്ടണത്തിന്റെ ശില്പി ആരാന്ന് ചോദിക്കും. രാജാ കേശവദാസ് ആണ്. രാജാ കേശവദാസ് ആണ് ആലപ്പുഴ പട്ടണത്തിന്റെ ശില്പി. അപ്പൊ അത്ര കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. അതൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചോദ്യങ്ങളാണ്. അതുപോലെ തന്നെ മൈസൂർ നഗരത്തിന്റെ ശില്പി ചോദിക്കും. എം വിശ്വേശ്വരയ്യാണ് മൈസൂർ നഗരത്തിന്റെ ശില്പി. അദ്ദേഹമാണ് ഈ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? എം വിശ്വേശ്വരയ്യാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പുസ്തകം നമുക്ക് പഠിക്കാണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ. പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ. പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ. ഇതാരുടെ പുസ്തകം? ഇത് ചോദ്യം വരാറുണ്ട്. ഒരുപാട് തവണ ചോദ്യം വന്നിട്ടുണ്ട്. 10th പ്രിലിംസിലൊക്കെ എന്തായാലും പ്രതീക്ഷിച്ചിട്ട് പോയിക്കോ. ഒന്നല്ലെങ്കിൽ പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? എം വിശ്വേശ്വരയ്യാണ്. ഇനി അതല്ല, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാന്ന് ചോദ്യം വരികയാണെങ്കിൽ അത് ദാദാഭായ് നവറോജിയാണ്. അപ്പൊ ഇതെന്താണ്? മൈസൂർ നഗരത്തിന്റെ ശില്പി ആരാന്ന് ചോദിച്ചാലും, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാലും, ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാലും, പിന്നെ പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാന്ന് ചോദിച്ചാൽ ഒക്കെ എം വിശ്വേശ്വരയ്യ. ഓക്കെ, എം വിശ്വേശ്വരയ്യ. ഇദ്ദേഹത്തിനെ പഠിച്ചു വെക്കണം. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. എം വിശ്വേശ്വരയ്യ മൈസൂർ നഗരത്തിന്റെ ശില്പി. പിന്നെന്താണ്? പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ. പ്ലാൻഡ് ഇത് കണ്ടോ? പ്ലാൻഡ് ഇത് വെച്ച് കണക്ട് ചെയ്യുക. ആസൂത്രണത്തിന്റെ പിതാവാണ്. ആസൂത്രണത്തിന്റെ പിതാവ്. ആസൂത്രണം, പ്ലാൻഡ്. അപ്പൊ പ്ലാൻഡ്, ആസൂത്രണം. പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് എം വിശ്വേശ്വരയ്യാണ്.
പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാന്ന് ചോദിച്ചാൽ ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയാണ് ഇന്ത്യൻ എക്കണോമിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അപ്പൊ ചോദ്യം വരും, ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. അദ്ദേഹത്തിന്റെ പുസ്തകം ചോദിക്കും, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ദാദാഭായ് നവറോജിയാണ് അല്ലെ. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ദാദാഭായ് നവറോജി അല്ലെ. പിന്നെ ചോദ്യം വരാറുണ്ട്, ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരെന്ന് ചോദ്യം വരാറുണ്ട്. ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാന്ന് ചോദിച്ചാലും ദാദാഭായ് നവറോജിയാണ്. പിന്നെ നമ്മുടെ INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ച വ്യക്തിയാണ്. INCക്ക് ആ പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചാലും ദാദാഭായ് നവറോജിയാണ്. INCയിൽ ആദ്യം അധ്യക്ഷനായ പാഴ്സി മതക്കാരൻ അല്ലെ. INCയിൽ ആദ്യം അധ്യക്ഷനായ പാഴ്സി മതക്കാരൻ ആരാന്ന് ചോദിച്ചാലും ദാദാഭായ് നവറോജിയാണ്. INCയിൽ ആദ്യം 3 തവണ അധ്യക്ഷനായതാരാന്ന് ചോദിച്ചാലും ദാദാഭായ് നവറോജിയാണ്. ഇത് ഒരുപാട് പഠിച്ചു കഴിഞ്ഞവർക്ക് നല്ലൊരു റിപ്പീറ്റേഷൻ പോകുന്നുണ്ടാവും. അല്ലാത്തവർ ഈ പോയിന്റുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. എന്തൊക്കെയാണ്? ഇന്ത്യൻ എക്കണോമിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ്, ഞാൻ ഒന്ന് മെല്ലെ പറഞ്ഞുതരാം. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ദാദാഭായ് നവറോജിയാണ്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പറഞ്ഞു തരുന്നത്. ദാദാഭായ് നവറോജിനെ പറ്റി പഠിക്കൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇന്ത്യൻ എക്കണോമിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നതും ദാദാഭായ് നവറോജിയാണ്. അപ്പൊ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ആരാന്ന് കിട്ടിയല്ലോ, ദാദാഭായ് നവറോജി. INCക്ക് ആ പേര് നിർദ്ദേശിച്ച വ്യക്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INCക്ക് ആ പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചാലും ദാദാഭായ് നവറോജിയാണ്. INCയിൽ അധ്യക്ഷനായ ആദ്യ പാഴ്സി മതക്കാരൻ ആരാന്ന് ചോദിച്ചാലും ദാദാഭായ് നവറോജിയാണ്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാന്ന് ചോദിച്ചാലും ദാദാഭായ് നവറോജിയാണ്. ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാന്ന് ചോദിച്ചാലും ദാദാഭായ് നവറോജിയാണ്. INCയിൽ 3 തവണ അധ്യക്ഷനായ ആദ്യ വ്യക്തി ആരാന്ന് ചോദിച്ചാലും ദാദാഭായ് നവറോജിയാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? അപ്പൊ ദാദാഭായ് നവറോജിയും കിട്ടി. നമ്മളിപ്പോ എവിടുന്ന പറഞ്ഞു വന്നത്? സർദാർ KM പണിക്കർ, വിശേഷണങ്ങളൊക്കെ പഠിച്ചല്ലോ. അപ്പോൾ മന്നത്ത് പത്മനാഭൻ ഇമ്പോർട്ടന്റ് ആയിട്ടൊന്ന് പഠിച്ചു വെക്കണേ. മന്നത്ത് പത്മനാഭന്റെ ഒരു ചോദ്യം എപ്പോഴും കാണുന്നതാണ്. 10th പ്രിലിംസിനൊക്കെ എപ്പോഴും ഉണ്ടാവും. ഒന്നല്ലെങ്കിൽ വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത് ആരെന്ന് ചോദ്യം വരും. ആരാണ് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത്? മന്നത്ത് പത്മനാഭനാണ്. 1924 എന്ത്? വൈക്കം സത്യാഗ്രഹം. ദക്ഷിണേന്ത്യയിൽ ഐക്യത്തിനെതിരായി, ശ്രദ്ധിച്ചൊന്ന് കേട്ടോ, ദക്ഷിണേന്ത്യയിൽ ഐക്യത്തിനെതിരായി നടന്ന ആദ്യ സംഘടിത കലാപമാണ് ഈ വൈക്കം സത്യാഗ്രഹം. ദക്ഷിണേന്ത്യയിൽ ഐക്യത്തിനെതിരായി നടന്ന ആദ്യ സംഘടിത കലാപമാണ് വൈക്കം സത്യാഗ്രഹം. ഈ വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ മന്നത്ത് പത്മനാഭൻ അല്ല. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയതാണ് മന്നത്ത് പത്മനാഭൻ. പക്ഷെ വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പഠിക്കേണ്ടത് വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാലാണ് മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് TK മാധവൻ ദേശായി. TK മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് TK മാധവൻ. ഇനി വൈക്കം സത്യാഗ്രഹം. ഈ വൈക്കം സത്യാഗ്രഹത്തിന്റെ തൊട്ട് മുമ്പുള്ള വർഷം 1924 വൈക്കം സത്യാഗ്രഹം. ഇതിന്റെ തൊട്ട് മുമ്പുള്ള വർഷമാണ് 23. ഈ സമയത്താണ് കാക്കിനഡ സമ്മേളനം നടക്കുന്നത്. അപ്പൊ ഈ കാക്കിനഡ സമ്മേളനത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഐത്തോച്ചാരണ പ്രമേയം. INCയുടെ കാക്കിനഡ സമ്മേളനത്തിലെ ഐത്തോച്ചാരണ പ്രമേയം അവതരിപ്പിക്കുന്നുണ്ട്. ആരാണ് ഐത്തോച്ചാരണ പ്രമേയം അവതരിപ്പിക്കുന്നത്? 23ഉം 24 ഇദ്ദേഹവുമായിട്ട് കണക്റ്റഡ് ആണ്. ആലോചിക്കുക. അപ്പോൾ ഐത്തോച്ചാരണ പ്രമേയം അവതരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാലും TK മാധവനാണ്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാലും TK മാധവനാണ് അല്ലെ. നമ്മൾ പറഞ്ഞു ദക്ഷിണേന്ത്യയിൽ ഐത്തത്തിനെതിരായി നടന്ന ആദ്യ സംഘടിത കലാപമാണ് ഏത്? വൈക്കം സത്യാഗ്രഹം. അപ്പൊ അതും കിട്ടുമല്ലോ, ഐത്തം വെച്ചിട്ട് കണക്ട് ചെയ്യാലോ. ഐത്തോച്ചാരണ പ്രമേയം TK മാധവൻ. ഐത്തത്തിനെതിരായി നടന്ന ആദ്യ സംഘടിത കലാപം വൈക്കം സത്യാഗ്രഹം. അതിന് നേതൃത്വം നൽകിയതും TK മാധവൻ. അപ്പൊ അതും കിട്ടും. പിന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ചോദ്യമാണ് കേരള ഗാന്ധി. ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ പ്രാവശ്യം, ഞാൻ ഉറപ്പ് പറഞ്ഞതാണ് ചിലപ്പോൾ കേരള ഗാന്ധി ചോദ്യം വരും. കേരള ഗാന്ധി ചോദ്യം വന്നു. ഇത് നോക്ക്, കേരള ഗാന്ധി എന്ന് ചോദ്യം വരികയാണെങ്കിൽ കേരള കഴിഞ്ഞിട്ട് രാജ്യം മതി, നിങ്ങൾക്കൊരു സാധനം കിട്ടും. കേരള ഗാന്ധി അല്ലേ, കേരള ഗാന്ധി. ഇതിൽ ഒരു സാധനം കളഞ്ഞാൽ കേളനായി. അപ്പൊ കേളപ്പനാണ്, കേളപ്പനാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്. ഇനി ചിലപ്പോൾ ചോദ്യം റിപ്പീറ്റ് ചെയ്ത് വന്നാലും തെറ്റിക്കരുത്. കേരള ഗാന്ധി എന്ന് കണ്ട കേള. ഈ ഇവിടുന്ന് പോയ കേരള, പോയി കഴിഞ്ഞാൽ കേരള. അപ്പൊ കേരള ഗാന്ധി കേളപ്പനാണ്. ഇനി കഴിഞ്ഞ എക്സാമിന് കേരള ഗാന്ധി ചോദിച്ചതുകൊണ്ട് ഇനി 10th പ്രിലിംസിന്റെ എപ്പോഴൊക്കെ എക്സാം വരുന്നുണ്ടോ അപ്പോഴൊക്കെ ഇത് പ്രതീക്ഷിച്ചിട്ട് പോകണം. ഇനിയിപ്പോ ഈ ആദ്യ ഘട്ടത്തില് കേരള ഗാന്ധി ചോദിച്ചത് കൊണ്ട് അടുത്തതിൽ ചിലപ്പോൾ ചോദ്യം വരും. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? അതിർത്തി ഗാന്ധി. ആരാണ് അതിർത്തി ഗാന്ധി?
ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അതും ഞാൻ ഓർത്തു വെക്കാൻ ഒരു ടിപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അബ്ദുൽ വെച്ച് ഇവിടെ എഴുതിയാൽ മതി. അബ്ദുൽ ഗാഫർ ഇവിടെ ഉണ്ട് എന്ന് ആലോചിച്ചാൽ മതി. അബ്ദുൽ ഗാഫർ ഖാൻ, അബ്ദുൽ ഗാഫർ ഖാൻ. ഈ രണ്ട് ഖാൻമാര് കണ്ടോ, രണ്ട് ഖാൻ, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഇതിന്റെ ഒരു അതിർത്തിയല്ലേ ഈ അബ്ദുൽ ഗാഫർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ അതിർത്തിയല്ലേ, ഈ രണ്ട് ഖാൻമാരുടെ അതിർത്തിയാണ് അബ്ദുൽ ഗാഫർ എന്ന് പറയുന്നത്. അപ്പൊ അതിർത്തി ഗാന്ധി എന്ന് പറയുമ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്താൽ മതി. രണ്ട് ഖാൻമാർ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നുണ്ട്. ഇപ്പൊ രണ്ട് രാജ്യങ്ങളുടെ അതിർത്തി എന്നല്ലേ പറയുക. അപ്പൊ അതുപോലെ രണ്ട് ഖാൻമാരുടെ അതിർത്തിയാണ് അബ്ദുൽ ഗാഫർ എന്ന് പറയുന്നത്. അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്യുക. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. മയ്യഴി ഗാന്ധി ചോദ്യം വരും. മയ്യഴി ഗാന്ധി, IK കുമാരൻ മാസ്റ്റർ, IK കുമാരൻ മാസ്റ്റർ കിട്ടുമല്ലോ. അപ്പൊ മയ്യഴി ഗാന്ധി കിട്ടി, IK കുമാരൻ മാസ്റ്റർ, കേരള ഗാന്ധി കിട്ടി, K കേളപ്പൻ, അതിർത്തി ഗാന്ധി കിട്ടി, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അപ്പൊ എത്ര കാര്യങ്ങൾ എന്തായാലും ഈ മൂന്നെണ്ണം എന്തായാലും അറിഞ്ഞു വെക്കുക. പിന്നെ ബീഹാർ ഗാന്ധി ഉണ്ട്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത്. അപ്പൊ അതും കിട്ടും. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ബീഹാർ ഗാന്ധി. ഈ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് കേട്ടോ മന്നത്ത് പത്മനാഭനെ എന്ത് വിശേഷിപ്പിച്ചത്? ഭാരത കേസരി എന്ന് വിശേഷിപ്പിച്ചത്. ഭാരത കേസരി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭനെ ഭാരത കേസരി എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് വെച്ചാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ചോദ്യം വരും കേട്ടോ, ആന്ധ്ര കേസരി, ആന്ധ്ര കേസരി ചോദ്യം വരും. ആന്ധ്ര കേസരി, ആന്ധ്ര കേസരി. അപ്പൊ പലർക്കും ഡൗട്ട് ആരിലേക്ക് പോകും. ഇപ്പൊ തന്നെ ഞാൻ ആന്ധ്ര കേസരി എന്ന് പറഞ്ഞപ്പോ എല്ലാവർക്കും മനസ്സിൽ വന്ന ആളാരാ? പോറ്റി ശ്രീരാമലു അല്ലെ. ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് 58 ദിവസം നിരാഹാരം കടന്ന് അന്തരിച്ച മനുഷ്യനാണ് പോറ്റി ശ്രീരാമലു. അപ്പോ ആരുടെ പ്രയത്നപ്രകാരമാണ് ആന്ധ്ര സംസ്ഥാനം രൂപീകൃതമായതെന്നൊക്കെ ചോദ്യം വന്ന ആരാണ്? പോറ്റി ശ്രീരാമലു. അദ്ദേഹം നിരാഹാരം കടന്നത് 58 ദിവസം ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ ആന്ധ്ര സംസ്ഥാനം രൂപീകരിച്ച വർഷം 1953. 1953 ആന്ധ്ര സംസ്ഥാനം രൂപീകൃതമായത്. ഈ ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദ്യം വന്ന അത് പോറ്റി ശ്രീരാമലു അല്ല. ആരാണ്? ടി പ്രകാശം. ടി പ്രകാശം, ടി പ്രകാശമാണ് ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത്. അപ്പൊ എന്താണ് പോറ്റി ശ്രീരാമലു അറിയപ്പെടുന്നത്? അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഡൗട്ട് ഉണ്ടാവില്ല, പോറ്റി ശ്രീരാമലു എന്തെങ്കിലുമൊക്കെ അറിയപ്പെടുന്നതാണല്ലോ. എന്താണ്? ആന്ധ്രയിലെ അമരജീവി എന്നറിയപ്പെടുന്നതാണ് പോറ്റി ശ്രീരാമലു. അപ്പൊ ആന്ധ്രയിലെ അമരജീവി എന്നറിയപ്പെടുന്നത് ആരാണ്? പോറ്റി ശ്രീരാമലു. ഓക്കെ, അപ്പൊ ആന്ധ്ര സംസ്ഥാന രൂപീകരണത്തിനായിട്ട് നിരാഹാരം കടന്ന വ്യക്തി ആരാണ് ചോദ്യം വരും? പോറ്റി ശ്രീരാമലു. ആരാണ്? പോറ്റി ശ്രീരാമലു. പഠിച്ചു വെച്ചോ, ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുന്നതിന് വേണ്ടി നിരാഹാരം കടന്ന വ്യക്തിയാണ് പോറ്റി ശ്രീരാമലു. ഓക്കെ, ആദ്യം രൂപം കൊണ്ടത് ആന്ധ്ര സംസ്ഥാനം 1953 പിന്നീട് അത് ആന്ധ്രാപ്രദേശായി മാറിയത് നമ്മുടെ കേരളം ഉണ്ടായ വർഷം 1956 നവംബർ 1 തന്നെയാണ് എന്തുണ്ടായത്? ആന്ധ്രാപ്രദേശായി മാറിയത്. ഓക്കെ, ആന്ധ്ര സംസ്ഥാനം രൂപീകൃതമായത് 1953 1953. അപ്പൊ ആന്ധ്ര കേസരി ടി പ്രകാശം, പിന്നെ ഭാരത കേസരി മന്നത്ത് പത്മനാഭൻ, ആന്ധ്രയിലെ അമരജീവി എന്നറിയപ്പെടുന്നത്. ആന്ധ്രയിലെ അമരജീവി എന്നറിയപ്പെടുന്ന ആരാണ്? ആന്ധ്രയിലെ അമരജീവി എപ്പ പറഞ്ഞു? പോറ്റി ശ്രീരാമലു ആണ് ആന്ധ്രയിലെ അമരജീവി എന്നറിയപ്പെടുന്നത്. ഓക്കെ, നെപ്പോളിയനെ പറ്റി നമ്മൾ പഠിച്ചപ്പോ പറഞ്ഞു, നിങ്ങൾ എനിക്ക് നല്ല അമ്മമാരെ തരൂ, ഞാൻ നിങ്ങൾക്ക് നല്ല രാഷ്ട്രം തരാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസിന്റെ വാക്കുകൾ നമ്മൾ പറഞ്ഞു, നിങ്ങൾ എനിക്ക് രക്തം തരൂ. ചോദ്യം വരാറുണ്ട്, നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ആരുടെയാണ്? സുഭാഷ് ചന്ദ്രബോസിന്റെയാണ്. പിന്നെ ബാലഗംഗാധര തിലകിന്റെ ആണ്, സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടിയെടുക്കുക തന്നെ ചെയ്യും. ആരുടെയാണ്? ബാലഗംഗാധര തിലകിന്റെ വാക്കുകളാണ്. സുഭാഷ് ചന്ദ്രബോസ് ആണ് കേട്ടോ നേതാജി എന്നറിയപ്പെടുന്നത്. നേതാജി. ഓക്കെ, നേതാജി എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ സുഭാഷ് ചന്ദ്രബോസ് ആണ്. ആരാണ് സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത്? അത് ഗാന്ധിജിയാണ് കേട്ടോ. ഗാന്ധിജിയാണ് സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത്. ഓക്കെ, അപ്പോ സുഭാഷ് ചന്ദ്രബോസിനെ ഗാന്ധിജി എന്ത് വിശേഷിപ്പിച്ചു? നേതാജി എന്ന് വിശേഷിപ്പിച്ചു. സ്വാഭാവികമായിട്ടും നേതാജി, അതായത് സുഭാഷ് ചന്ദ്രബോസ് തിരിച്ചും എന്തെങ്കിലും വിശേഷിപ്പിക്കും. എന്താണ്? ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിക്കും? ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദ്യം വന്നാൽ അത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ നേതാജി സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദ്യം വന്നാൽ അത് ഗാന്ധിജിയാണ്. ഇത്ര കാര്യങ്ങൾ ഏകദേശം ക്ലിയർ അല്ലേ? ഓക്കെ,
അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ എന്താണ്, വാട്ടർലൂ യുദ്ധം പഠിച്ചു വെക്കണേ. 1815 വാട്ടർലൂ യുദ്ധം. വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയത് ആരെന്ന് ചോദ്യം വരും. വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയത് ആർതർ വെല്ലസ്ലി ആണ്. പിന്നെ നമ്മളിപ്പോ പഠിച്ചു സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യുന്നു പറഞ്ഞത് ആരാണ്? അത് ബാലഗംഗാധര തിലകാണ്. അദ്ദേഹത്തിന്റെ വിശേഷണങ്ങൾ ചോദ്യം വരാറുണ്ട്. ഇന്ത്യൻ അശാന്തിയുടെ പിതാവ്, ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ്, അതുപോലെ തന്നെ ഇന്ത്യയിൽ കുഴപ്പങ്ങളുടെ പിതാവ് എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ആരെന്നൊക്കെ ചോദ്യം വന്ന ബാലഗംഗാധര തിലകൻ. ഇദ്ദേഹമാണ് അറിയപ്പെടുന്നത് ലോകമാന്യ എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദ്യം വന്ന ബാലഗംഗാധര തിലകാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലെ. ലോകമാന്യ എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലക്. ലോക്നായക് എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ ജയപ്രകാശ് നാരായൺ. ഈ ജയപ്രകാശ് നാരായണാണ് ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത്. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായൺ. SCRT പോയിന്റ് ആണ്. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായൺ. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് അരുണ അസഫ് അലി. അത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അപ്പൊ അരുണ അസഫ് അലി പഠിച്ചു നോക്കണം, ഇമ്പോർട്ടന്റ് ആണ്, റിപ്പീറ്റ് ചെയ്ത് വരാറുള്ളതാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായിക, ക്വിറ്റ് ഇന്ത്യ സമര നായിക. ഓക്കെ, സമര നായിക ആരാണ്? അരുണ അസഫ് അലിയാണ് കേട്ടോ. അരുണ അസഫ് അലിയാണ് ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത്. പിന്നെ പഠിച്ചു വെച്ചോ, നമുക്ക് വരികളൊക്കെ ചോദിക്കാണ്ട്. വരിക വരിക സഹചരെ ആരുടെയാണ്? വരിക വരിക സഹചരെ എന്ന് രചിച്ചത് ആരാന്ന് ചോദിച്ചാൽ അംഷി നാരായണ പിള്ള. അംഷി നാരായണ പിള്ള. വരിക വരിക സഹചരെ അംഷി നാരായണ പിള്ളയുടെയാണ്. ഓർമ്മ വന്നപ്പോൾ പറഞ്ഞതാട്ടോ, റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്. വരിക വരിക സഹചരെ അംഷി നാരായണ പിള്ളയുടെയാണ്. പിന്നെ ചോദ്യം വരാറുണ്ട്, സാരേ ജഹാം സെ അച്ഛ രചിച്ചത് ആരാന്ന് ചോദിക്കാറുണ്ട് അല്ലെ. ആരാണ്? അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. ചിലപ്പോൾ ഓപ്ഷനിൽ മുഹമ്മദ് ഇക്ബാൽ എന്ന് മാത്രമാണ് ഉണ്ടാവുക. ആരാണ് സാരേ ജഹാം സെ അച്ഛ രചിച്ചതെന്ന് ചോദിച്ചാൽ മുഹമ്മദ് ഇക്ബാൽ ആണ്. പിന്നെ നമുക്ക് ജനഗണമന നമുക്കൊക്കെ അറിയാം. ജനഗണമന രചിച്ചത് ചെറുപ്പം തൊട്ട് പഠിക്കുന്നതാണ്, രവീന്ദ്രനാഥ് ടാഗോർ ആണ് ജനഗണമന രചിച്ചത്. ഇനി പിന്നെ വന്ദേ മാതരം രചിച്ചത് ആരാന്ന് ചോദിച്ചാലാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി. വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഈ വന്ദേ മാതരം എടുത്തിട്ടുള്ളത് ഏത് കൃതിയിൽ നിന്നാണ് എപ്പോഴും ചോദ്യം വരാറുണ്ട്. അത് ഏതിൽ നിന്നാണ്? ആനന്ദമഠം. ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. അപ്പോ അംഷി നാരായണ പിള്ളയാണ് വരിക വരിക സഹചര്യ എന്ന മാർച്ച് ഗാനം രചിച്ചത്. അംഷി നാരായണ പിള്ള. അംഷി നാരായണ പിള്ള. വരിക വരിക സഹചര്യ അംഷി നാരായണ പിള്ള. വരിക വരിക സഹചര്യ അംഷി നാരായണ പിള്ള. സാരേ ജഹാം സെ അച്ഛ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. അത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? പിന്നെ ഒരു കൃതി ചോദിക്കാറുണ്ട്, ഗാന്ധിയും അരാജകത്വവും. ഇതൊക്കെ SCRT പോയിന്റ് ആണ്. ഗാന്ധിയും അരാജകത്വവും, ഗാന്ധിജിയും അരാജകത്വവും. ഇത് ആരുടെ കൃതിയാണ്? ഗാന്ധിയും അരാജകത്വവും. ഗാന്ധിയും അരാജകത്വവും. INC-യിൽ അധ്യക്ഷനായ ഒരേ ഒരു മലയാളി, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, INC-യിൽ അധ്യക്ഷനായ ഒരേ ഒരു മലയാളിയേ ഉള്ളൂ. INC-യുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു മലയാളി നമുക്കറിയാം. അതല്ല, INC-യിൽ അധ്യക്ഷനായ ഒരേ ഒരു മലയാളി. ആരാണ് INC-യിൽ ആദ്യമായി പങ്കെടുത്ത മലയാളി? അതായത് INC-യുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരേ ഒരു മലയാളി ആരാണ്? ബാരിസ്റ്റർ GP പിള്ളയാണ് കേട്ടോ. അദ്ദേഹത്തെ പറ്റിയിട്ടൊക്കെ നമുക്ക് പഠിക്കാണ്ട്, പറഞ്ഞുതരാം. ബാരിസ്റ്റർ GP പിള്ളയാണ് INC-യിൽ പങ്കെടുത്ത ആദ്യ മലയാളി. എന്നാൽ INC-യുടെ അധ്യക്ഷനായ ഒരേ ഒരു മലയാളി ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായർ. ശങ്കരൻ നായർ. ശങ്കരൻ നായർ. ഓക്കെ, ചേറ്റൂർ ശങ്കരൻ നായർ. അദ്ദേഹത്തിന്റെ കൃതിയാണ് ഗാന്ധിയും അരാജകത്വവും. അപ്പൊ ചോദ്യം വരും, ഗാന്ധിയും അരാജകത്വവും എന്ന കൃതി രചിച്ചത് ആരാന്ന് ചോദിച്ചാൽ ശങ്കരൻ നായർ അല്ലെങ്കിൽ ചേറ്റൂർ ശങ്കരൻ നായർ. INC-യിൽ അധ്യക്ഷനായ ഒരേ ഒരു മലയാളി ആരാന്ന് ചോദിച്ചാലും ചേറ്റൂർ ശങ്കരൻ നായർ. അദ്ദേഹം ഒറ്റപ്പാലംകാരനാണ് കേട്ടോ. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ് അദ്ദേഹത്തിന്റെ ജനനം. ഒറ്റപ്പാലത്തെ മങ്കരയിലാണ് കേട്ടോ. മങ്കരയിലാണ് അദ്ദേഹത്തിന്റെ സ്ഥലം. ഒറ്റപ്പാലത്തെ മങ്കരയാണ്. അപ്പൊ അതും പഠിച്ചു വെക്കാം. ഓക്കെ, ഒറ്റപ്പാലംകാരനാണെന്ന് പഠിച്ചു വെക്കാം. പിന്നെ നമ്മളിപ്പോ പഠിച്ചു INC-യിൽ പങ്കെടുത്ത ആദ്യ മലയാളിയാണ് ബാരിസ്റ്റർ GP പിള്ള. ഇദ്ദേഹത്തെ പറ്റിയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ട്. ആദ്യം ഒന്ന് പഠിച്ചു വെച്ചോ, മലയാളി മെമ്മോറിയൽ. എപ്പോഴാണ് മലയാളി മെമ്മോറിയൽ? 1891 അല്ലെ. മലയാളി മെമ്മോറിയൽ 1891 1891 മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരെന്ന് ചോദ്യം വന്നാൽ ബാരിസ്റ്റർ GP പിള്ളയാണ്. ബാരിസ്റ്റർ GP പിള്ള. പിന്നെ ചോദ്യം വരും, ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ള ഒരേ ഒരു മലയാളിയാണ് ബാരിസ്റ്റർ GP പിള്ള. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ള ഒരേ ഒരു മലയാളി. അതുപോലെ തന്നെ തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ബാരിസ്റ്റർ GP പിള്ളയാണ്. നമ്മൾ പഠിച്ചു ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാബായ് നവറോജിയാണ്. ഓക്കെ, തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ബാരിസ്റ്റർ GP പിള്ളയാണ്. കേരളത്തിന്റെ വന്ധ്യവയോധികൻ, കേരളം ഈ കെ വെച്ച് കണക്ട് ചെയ്തോ, കേശവൻ. ഓക്കെ, കേശൻ അല്ല, കേശവൻ. ഓക്കെ, കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് KP കേശവമേനോനാണ്. KP കേശവമേനോൻ. ഓക്കെ, അപ്പൊ അതും കിട്ടും.
അപ്പൊ തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ ബാരിസ്റ്റർ GP പിള്ള, തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ ബാരിസ്റ്റർ GP പിള്ള, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ദാദാഭായ് നവറോജി. ഇത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അപ്പൊ ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ള ഒരേ ഒരു മലയാളിയാണ് ബാരിസ്റ്റർ GP പിള്ള. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ബാരിസ്റ്റർ GP പിള്ള. മലയാളി മെമ്മോറിയലിന്റെ മുദ്രാവാക്യം ഇനി റിപ്പീറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ചോദ്യങ്ങൾ മാത്രം ആദ്യം ഒന്ന് എടുത്ത് പറഞ്ഞുതരാം, പിന്നെ അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഞാൻ ഓരോന്ന് പറഞ്ഞുതരാം. ഒന്ന്, ഒരു മുദ്രാവാക്യം ചോദിക്കാറുണ്ട്, അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടെന്നാണ് ചോദിക്കും. എപ്പോഴും ചോദ്യം വരും. ഏതാണ്? പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടതാണ് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ. പുന്നപ്ര വയലാർ സമരം അല്ലെ? പുന്നപ്ര വയലാർ സമരം റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചോദ്യമാണ്, ഉറപ്പായിട്ടും പഠിച്ചു വെച്ചോ. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം പുന്നപ്ര വയലാർ സമരം. എപ്പോഴാണ് പുന്നപ്ര വയലാർ സമരം? 1946 പുന്നപ്ര വയലാർ സമരം, അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ. ഇനി മലയാളി മെമ്മോറിയലിന്റെ മുദ്രാവാക്യം എന്താന്ന് ചോദിച്ചാൽ തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം. ഇങ്ങനെയാണ് ചോദ്യം വരിക. തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടതാണ്. ഏതാണ്? തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ ചോദ്യം വരും, വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിക്കും. എന്താണ്? വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ടതാണ്. 1812 കുറിച്യ കലാപം അല്ലെ? 1812 കുറിച്യ കലാപം. നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, രണ്ടാം പഴശ്ശി കലാപ സമയത്ത് പഴശ്ശിയെ സഹായിച്ച കുറിച്യരുടെ നേതാവ് ആരാന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? പഴശ്ശിയെ സഹായിച്ച കുറിച്യരുടെ നേതാവാണ് തലക്കൽ ചന്തു. പക്ഷെ എല്ലാവർക്കും ഡൗട്ട് വരും, കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ അവിടെ ഓപ്ഷൻ എയിൽ ആര് കിടക്കുന്നുണ്ടാവും? തലക്കൽ ചന്തു കിടക്കുന്നുണ്ടാവും. തലക്കൽ ചന്തു അല്ല. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ രാമൻ നമ്പി അല്ലെങ്കിൽ രാമനമ്പിയാണ്. രാമനമ്പിയാണ് കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത്. കുറിച്യ കലാപത്തിന്റെ മുദ്രാവാക്യം പഠിച്ചോ? വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. അപ്പൊ എന്താണ്? വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ടതാണ് വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യം. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടതാണ്? തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടതാണ്. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാണ്? ബാരിസ്റ്റർ GP പിള്ള. അതുപോലെ തന്നെ പഠിച്ചു വെക്കണം, ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിക്കും. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു ആണ്. ഈഴവ മഹാസഭ സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചാലും ഡോക്ടർ പൽപ്പു ആണ്. രണ്ടും 1896 ഈ വർഷം ഒന്ന് പഠിച്ചു വെച്ചോ. 1896 ഈഴവ മെമ്മോറിയൽ, ഈഴവ മഹാസഭ സ്ഥാപിച്ചതും 1896. പിന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തായാലും ചോദ്യം വരും, അരുവിപ്പുറം പ്രതിഷ്ഠ. ചോദ്യം വന്നില്ലേ? 1888. ചോദ്യം വന്നത് ഇങ്ങനെയാണ്, അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് ഏത് നവോത്ഥാന നായകനാണെന്ന് അങ്ങനെയാണ് ചോദ്യം വന്നത്. അത് ശ്രീനാരായണ ഗുരുവായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ചോദ്യം വന്നത്. സാധാരണ ചോദ്യം വരാറുള്ളത് അരുവിപ്പുറം പ്രതിഷ്ഠ നടന്ന വർഷം എപ്പോഴാണ്? 1888. പഠിച്ചു വെച്ചോ, ഈ വർഷം പഠിക്കാതെ പോകരുത്. 1888. എന്താണ് അരുവിപ്പുറം പ്രതിഷ്ഠ? 1888 പഠിച്ചോ. 1888 അരുവിപ്പുറം പ്രതിഷ്ഠ. അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ഓക്കെ, ഈ അരുവിപ്പുറം ക്ഷേത്ര ഭിത്തിയിൽ എഴുതി വെച്ച വാക്കുകളും കഴിഞ്ഞ ക്ലാസ്സിൽ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. എന്താണ്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരദ്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വരാൻ വേണ്ടിയിട്ട് അതിനൊരു പിന്നിലൊരു കഥ ഉണ്ട്. ഞാൻ ഇപ്പൊ പറഞ്ഞില്ല, എല്ലാ ക്ലാസ്സിലും ഞാൻ പറഞ്ഞിട്ട് ഞാൻ എടുത്തു. ഓക്കെ, പിന്നിലൊരു കഥ ഉണ്ട്, ഇത്ര അറിഞ്ഞാൽ മതി. എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വന്നിട്ട് ആരാധിക്കണം. അതിന് വേണ്ടിയിട്ട് അവിടെ ഐത്തൊന്നും നിലനിൽക്കില്ല, ഏത് ജാതിക്കാർക്കും വന്നിട്ട് ദൈവത്തിനോട് ആരാധിക്കാം. അതിനുവേണ്ടി ശ്രീനാരായണ ഗുരു സ്ഥാപിച്ചതാണ് ഏതാണ്? അരുവിപ്പുറം ക്ഷേത്രം. അരുവിപ്പുറം പ്രതിഷ്ഠ നടന്നത് 1888. ഈ അരുവിപ്പുറം ക്ഷേത്ര ഭിത്തിയിലാണ് എന്താണ്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരദ്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് എഴുതി വെച്ചിട്ടുള്ളത്. ഓക്കെ, അതെവിടെയാണ്? അരുവിപ്പുറം ക്ഷേത്ര ഭിത്തിയിലാണ്. ഓക്കെ, ഓം സാഹോദര്യ സർവത്ര എവിടെയാണ്? ആലുവ അദ്വൈതാശ്രമത്തിലാണ്. പിന്നെ ചോദ്യം വരും, അഹം ബ്രഹ്മാസ്മി. അഹം ബ്രഹ്മാസ്മി അതെന്താണ്? അതിന്റെ അർത്ഥം മനസ്സിലാക്കി നിങ്ങൾക്ക് സംഭവം കിട്ടും, ഏതുമായി ബന്ധപ്പെട്ടതാണ് കിട്ടും. ശ്രീനാരായണ ഗുരു പ്രശസ്തമായ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ? കണ്ണാടി പ്രതിഷ്ഠ. ഈ കണ്ണാടി പ്രതിഷ്ഠയിലൂടെ ഗുരു മുന്നോട്ട് വെച്ച ആശയമാണ് അഹം ബ്രഹ്മാസ്മി. എന്താണ്? അഹം ബ്രഹ്മാസ്മി. അതിന്റെ അർത്ഥം എന്താണ്? യു ആർ യുവർ സെൽഫ് ഗോഡ്. യു ആർ യുവർ സെൽഫ് ഗോഡ്. ഓക്കെ, യു ആർ യുവർ സെൽഫ് ഗോഡ്. അഹം ബ്രഹ്മാസ്മി, യു ആർ യുവർ സെൽഫ് ഗോഡ്. ഒന്ന് ആലോചിച്ച് നോക്ക്, കണ്ണാടി. എന്താണ് കണ്ണാടി? കണ്ണാടിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെ കാണും. അപ്പൊ എന്താണ്? യു ആർ യുവർ സെൽഫ് ഗോഡ്. കണക്ട് ചെയ്ത് വെക്കുക. അഹം ബ്രഹ്മാസ്മി. കണ്ണാടി പ്രതിഷ്ഠയിലൂടെ ഗുരു മുന്നോട്ട് വെച്ച ആശയമാണ് അഹം ബ്രഹ്മാസ്മി. അപ്പൊ 1888 എന്ത് നടന്നത്? 1888. ഞാൻ അങ്ങനെ കണക്ട് ചെയ്ത് പോയുള്ളൂ. ഒറ്റ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ഇപ്പൊ ക്ലാസ് എടുക്കാൻ പറ്റില്ല, കാരണം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിച്ചു പോകാനുള്ളതാണ്. പെട്ടെന്ന് കുറെ കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്ത് തരാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത ക്ലാസ് ആട്ടോ. എനിക്ക് നോട്ട്
മനസ്സിലാക്കാനുള്ള സമയം കിട്ടില്ല. അതാണ് ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ് പെട്ടെന്ന് സെറ്റ് ചെയ്തത്. അപ്പം എന്തായാലും എക്സാമിന് മുമ്പ് നിങ്ങൾക്ക് ക്ലാസ് കിട്ടണമല്ലോ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് കുറെ കാര്യങ്ങൾ ഇവിടെ തന്നെ പഠിച്ചു പോവാം. അപ്പൊ ഇത് പഠിച്ചോ, യു ആർ യുവർ സെൽഫ് ഗോഡ്. ഇതിലാണ് കണ്ണാടി പ്രതിഷ്ഠയിലൂടെ ഗുരു മുന്നോട്ട് വെച്ച ആശയം. ഇനി ഒരു ചോദ്യം വരും, ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ആരാണ്? നവോത്ഥാനം കുറെ പഠിക്കാണ്ടല്ലോ നമുക്ക്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ആരെന്ന് ചോദ്യം വന്നാൽ അത് വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠ സ്വാമികൾ. ഇനി വൈകുണ്ഠ സ്വാമികളെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരട്ടെ. കേരളത്തിലെ ആദ്യ സാമൂഹ്യ പരിഷ്കർത്താവായി കണക്കാക്കുന്നത് ആരെന്ന് ചോദ്യം വന്നാൽ വേഗം പോയിട്ട് ശ്രീനാരായണ ഗുരുവിനെ കറുപ്പിക്കരുത്, ഇദ്ദേഹമാണ്. ഓക്കെ, വൈകുണ്ഠ സ്വാമികളാണ്. കേരളത്തിലെ ആദ്യ സാമൂഹ്യ പരിഷ്കർത്താവായി കണക്കാക്കുന്നത് ആരെയാണെന്ന് വെച്ചാൽ അത് വൈകുണ്ഠ സ്വാമികളെയാണ്. ഓക്കെ, ഇദ്ദേഹമാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ആരാന്ന് ചോദിച്ചാൽ വൈകുണ്ഠ സ്വാമികളാണ്. മഹാവിഷ്ണുവിന്റെ അവതാരമാണ് താനെന്ന് സ്വയം വിശേഷിപ്പിച്ച നവോത്ഥാന നായകൻ. എപ്പോഴും ചോദ്യം വരും, മഹാവിഷ്ണുവിന്റെ അവതാരമാണ് താനെന്ന് സ്വയം വിശേഷിപ്പിച്ച നവോത്ഥാന നായകൻ ആരാന്ന് ചോദിച്ചാൽ അത് വൈകുണ്ഠ സ്വാമികളാണ്. പിന്നെ ചോദ്യം വരും, മുടിചൂടും പെരുമാൾ, മുത്തുക്കുട്ടി എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരാന്ന് ചോദിക്കും. സാധാരണ നവോത്ഥാനത്തിൽ നിന്ന് എപ്പോഴും ഒരു അറിയപ്പെടുന്ന ചോദ്യം ഉണ്ടാവും, എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരാ? ചട്ടമ്പി സ്വാമികളുണ്ടല്ലോ, സർവ്വവിദ്യാധിരാജൻ, ബാലഭട്ടാരകൻ, കാവ്യവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി, കാഷായം ധരിക്കാത്ത സന്യാസി എന്നൊക്കെ ചോദ്യം വരാറുണ്ട്. അത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. അപ്പൊ അതെപ്പോഴും ചോദ്യം ഉണ്ടാവും, സർവ്വവിദ്യാധിരാജൻ, ബാലഭട്ടാരകൻ, ശ്രീ ഭട്ടാരകൻ, കാവ്യവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി, കാഷായം ധരിക്കാത്ത സന്യാസി എന്നൊക്കെ. ഷൺമുഖദാസൻ, പിന്നെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം അയ്യപ്പൻ, അദ്ദേഹത്തിന്റെ ബാല്യകാല നാമം കുഞ്ഞല്ലേ, കുഞ്ഞൻ പിള്ള അല്ലെ, ബാല്യത്തിൽ കുഞ്ഞാണ്, അപ്പോ കുഞ്ഞൻ പിള്ള, അങ്ങനെയൊക്കെ പഠിച്ചു വെക്കണം. ഇതൊക്കെ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പൊ നമ്മൾ പഠിച്ചത് വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ടതാണ്. എന്തൊക്കെയാണ്? മുടിചൂടും പെരുമാൾ, മുത്തുക്കുട്ടി എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് വൈകുണ്ഠ സ്വാമികളാണ്. മുടിചൂടും പെരുമാൾ, മുത്തുക്കുട്ടി. ആദ്യം അദ്ദേഹത്തിന്റെ പേര് മുടിചൂടും പെരുമാൾ എന്നായിരുന്നു. മുടിചൂടും പെരുമാൾ. അന്ധകാലത്ത് ആ സമയത്ത് എന്താണ് മുടിചൂടും പെരുമാൾ, ഈ പെരുമാൾ എന്നുള്ള പേര് ഈ താഴ്ന്ന ജാതിക്കാർക്കൊന്നും അങ്ങനെ സ്വീകരിക്കാൻ പറ്റില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഉയർന്ന ജാതിക്കാർ ഇതിനെ നല്ല രീതിയിൽ എതിർക്കും. അങ്ങനെ അവരുടെയൊക്കെ എതിർപ്പ് മൂലമാണ് ഇദ്ദേഹത്തിന് പേര് മാറ്റേണ്ടി വന്നത്. മുടിചൂടും പെരുമാൾ എന്ന ആ പേര് അവിടെ ഇരിക്കുന്നത് ഉയർന്ന ജാതിക്കാർക്ക് പറ്റിയിട്ടില്ല. അപ്പൊ ഈ പെരുമാൾ എന്നത് അവിടെ നിന്ന് മാറ്റണം. മുടിചൂടും പെരുമാൾ, അത് മാറ്റിയിട്ട് എന്താക്കി? മുത്തുക്കുട്ടി എന്നായി. അപ്പൊ എന്താ സംഭവം എന്ന് പഠിച്ചു വെച്ചാൽ ഏകദേശം നിങ്ങൾക്ക് ഓർമ്മ കിട്ടുമല്ലോ, അതിനുവേണ്ടി പറഞ്ഞു തന്നാ കേട്ടോ. അപ്പൊ മുടിചൂടും പെരുമാൾ എന്ന പേര് മാറ്റിയിട്ട് അദ്ദേഹം മുത്തുക്കുട്ടി എന്നാക്കി. മുത്തുക്കുട്ടി. ഓക്കെ, അപ്പൊ അതും കിട്ടും. മുടിചൂടും പെരുമാൾ, മുത്തുക്കുട്ടി. അതുപോലെ തന്നെ സ്വയം വിശേഷിപ്പിച്ചതാണ് മഹാവിഷ്ണുവിന്റെ അവതാരമാണ് താനെന്ന് സ്വയം വിശേഷിപ്പിച്ചതാണ് വൈകുണ്ഠ സ്വാമികൾ. പിന്നെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാണ്ട് സമത്വ സമാജം. ഓക്കെ, സമത്വ സമാജം സ്ഥാപിച്ചത്. സമത്വ സമാജം സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും എന്റെ ക്ലാസ്സിലൊക്കെ പറഞ്ഞുതരും, സമം എന്ന് കണ്ട വേഗം വൈകുണ്ഠ സ്വാമികളെ കണക്ട് ചെയ്ത ഉത്തരം കിട്ടും. ഓക്കെ, സമത്വ സമാജം, സമപന്തി ഭോജനം, സമപന്തി ഭോജനം. സമത്വ സമാജം, സമപന്തി ഭോജനം എന്നിവ നടത്തിയ നവോത്ഥാന നായകൻ ആരാന്ന് ചോദിച്ചാൽ, അതായത് സമത്വ സമാജം സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാലും സമപന്തി ഭോജനം നടത്തിയ നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാലും ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. ഓക്കെ, സമപന്തി ഭോജനം നടത്തിയത് വൈകുണ്ഠ സ്വാമികളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. പന്തി ഭോജനം നടത്തിയത് തൈക്കാടയ്യാണ്. പ്രീതി ഭോജനം നടത്തിയത് വാഗ്ഭടാനന്ദനാണ്. മിശ്ര ഭോജനം ഇമ്പോർട്ടന്റ് ആണ്, NUSERT ഉണ്ട്, പഠിച്ചു വെച്ചോ. മിശ്ര ഭോജനം നടത്തിയത് സഹോദരൻ അയ്യപ്പനാണ്. NUSERT വേറൊന്നുണ്ട്, അദ്ദേഹത്തിന്റെ വാക്കുകളുണ്ട്. കർമ്മത്താൽ ചണ്ടാളൻ, കർമ്മത്താൽ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. എന്താണ്? കർമ്മത്താൽ ചണ്ടാളൻ, കർമ്മത്താൽ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പനാണ് സഹോദര സംഘം സ്ഥാപിച്ചത്. അത് നമുക്കൊക്കെ അറിയും. സഹോദര സംഘം, സഹോദരൻ അയ്യപ്പൻ, അത് കിട്ടും. ഇതും പഠിച്ചു വെച്ചോ. മിശ്രഭോജനം നടത്തിയ നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ. എന്താണ്? മിശ്രഭോജനം നടത്തിയ നവോത്ഥാന നായകൻ. ജാതി വേണ്ട, മതം വേണ്ട എന്നൊക്കെ പറഞ്ഞത് ആരാന്ന് ചോദിച്ചാലും സഹോദരൻ അയ്യപ്പനാണ്. നമുക്കറിയാം, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ് അല്ലെ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. ജാതി വേണ്ട, മതം വേണ്ട എന്നൊക്കെ പറഞ്ഞത് സഹോദരൻ അയ്യപ്പനാണ്. ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ദൈവം ഒന്ന്, ലോകം ഒന്ന്, മനുഷ്യൻ എന്ന് പറഞ്ഞത് വൈകുണ്ഠ സ്വാമികളാണ്. എന്താണ്? ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ദൈവം ഒന്ന്, ലോകം ഒന്ന്, മനുഷ്യൻ എന്ന് പറഞ്ഞത് വൈകുണ്ഠ സ്വാമികൾ. ഇനി പഠിച്ചു വെച്ചോ. ഇന്ത ഉലകത്തിൽ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ അത് തൈക്കാടയ്യാണ്. തൈക്കാടയ്യ, ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്ന തൈക്കാടയ്യ. ശ്രീനാരായണ ഗുരുവിന്റെ ഗുരുവാണ്. ചട്ടമ്പി സ്വാമികളുടെ ഗുരുവാണ്. സ്വാതി തിരുനാളിന്റെ ഗുരുവാണ് ആര്? തൈക്കാടയ്യ. ഈ തൈക്കാടയ്യയുടെ ഗുരുവാണ് വൈകുണ്ഠ സ്വാമികൾ. അത് നമുക്ക് പഠിക്കാം.
അപ്പൊ തൈക്കാടയ്യാണ് പന്തി ഭോജനം നടത്തിയത്. ഓക്കെ, പന്തി ഭോജനം നടത്തിയത് തൈക്കാടയ്യാണ്. പിന്നെന്താണ്, ഇന്ത ഉലകത്തിൽ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാലും തൈക്കാടയ്യാണ്. ഈ വാക്കുകളാണ് ശ്രീനാരായണ ഗുരു കടം കൊണ്ടത്. എന്താണ് ഇന്ത ഉലകത്തിൽ, അത് മാറ്റി ആ തമിഴിലുള്ളത് മാറ്റിയിട്ട് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നാക്കിയിട്ട് മൂപ്പര് ഫേമസ് ആയി. അപ്പോൾ ശ്രീനാരായണ ഗുരുവിന്റെ എങ്ങനെയാണ് ചോദ്യം വരിക, ആരിൽ ശ്രീനാരായണ ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന വാക്കുകൾ പ്രശസ്തമാക്കിയത് ആരിൽ നിന്നും കടം കൊണ്ടതാണെന്ന് ചോദിക്കും. ആരിൽ നിന്നാണ്? തൈക്കാടയ്യയുടെ വാക്കുകളാണ്. അപ്പൊ അതും പഠിച്ചു വെക്കുക. ഓക്കെ, പന്തി ഭോജനം നടത്തിയത് തൈക്കാടയ്യാണ്. അപ്പൊ വൈകുണ്ഠ സ്വാമികൾ ഏകദേശം കിട്ടിയല്ലോ. ചട്ടമ്പി സ്വാമികൾ എപ്പോഴും ചോദിക്കട്ടോ, ചട്ടമ്പി സ്വാമികൾ. ഓക്കെ, ചട്ടമ്പി സ്വാമികൾ അദ്ദേഹത്തിന്റെ കൃതി ചോദിക്കും, വേദാധികാര നിരൂപണം അല്ലെ, വേദാധികാര നിരൂപണം. അതെപ്പോഴും ചോദ്യം വരാറുള്ളതാണ്, വേദാധികാര നിരൂപണം. വേദാധികാര നിരൂപണം. ഓക്കെ, ഈ കൃതിയെ പറ്റിയിട്ട് മറ്റേ സ്വാമി വിവേകാനന്ദൻ അദ്ദേഹം പറഞ്ഞത് എന്താണ്? സ്വാമി വിവേകാനന്ദൻ ഈ കൃതിയെ പറ്റി പറഞ്ഞ ചോദ്യം വരും, തീ പോലുള്ള വാക്കുകൾ, ഇങ്ങനെ ആയിരിക്കും ചോദ്യം വരിക, തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്നിങ്ങനെ സ്വാമി വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ടത് ഏത് കൃതിയെ കുറിച്ചാണ്? ഏതാണ്? വേദാധികാര നിരൂപണം. വേദാധികാര നിരൂപണം എന്ന കൃതി രചിച്ചതാരാന്ന് ചോദിച്ചാൽ ചട്ടമ്പി സ്വാമികൾ. ഓക്കെ, ചോദ്യം വരാറുണ്ട്, ഒരുപാട് തവണ വന്നിട്ടുണ്ട്. വേദാധികാര നിരൂപണം എന്ന കൃതി രചിച്ചത് ആരാണ്? ചട്ടമ്പി സ്വാമികൾ. വേദാധികാര നിരൂപണം, മോക്ഷപ്രദീപ ഖണ്ഡനം, ക്രിസ്തുമത ഛേദനം, ആദിഭാഷ, പ്രാചീന മലയാളം, ഇതൊക്കെ ആരുടെയാണ്? ഇതൊക്കെ ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ കൃതികൾ ചോദിക്കാറുണ്ട്. ആത്മോപദേശ ശതകം, ദൈവദശകം, ദർശനമാല, ശിവശതകം, ഇതൊക്കെ ആരുടെ കൃതിയാണ്? ജാതി മീമാംസ, ഗജേന്ദ്രമോക്ഷം, വഞ്ചിപ്പാട്ട്, ഇതൊക്കെ ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ്. നമ്മൾ പറഞ്ഞു 1888 അരുവിപ്പുറം പ്രതിഷ്ഠ നടന്നത്. ഈ അരുവിപ്പുറം ശിവപ്രതിഷ്ഠാ വേളയിൽ, ശിവപ്രതിഷ്ഠയാണ് അരുവിപ്പുറം, ശിവപ്രതിഷ്ഠ. ഈ ശിവപ്രതിഷ്ഠാ വേളയിൽ ഗുരു രചിച്ച കൃതിയാണ് ശിവശതകം. ശിവശതകം കിട്ടുമല്ലോ. അരുവിപ്പുറം ശിവപ്രതിഷ്ഠാ വേളയിൽ ഗുരു രചിച്ച കൃതിയാണ് ശിവശതകം. ഇനി ഗുരുവിന്റെ വാക്കുകളാണ്. ഗുരു മുന്നോട്ട് വെച്ചതാണ്, അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണം. ആരുടെ വരികളാണെന്ന് ചോദിക്കും? ശ്രീനാരായണ ഗുരുവിന്റെയാണ്. ഏത് കൃതിയിലാണ്? ആത്മോപദേശ ശതകം. ആലോചിച്ച് നോക്ക്, അവനവൻ ആത്മസുഖത്തിനായി, ആത്മസുഖം, ആത്മോപദേശ ശതകം. ഇനി ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാരാ? ചോദ്യം വരാറുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞതിൽ ഒരുപാട് ചോദ്യം മീൻസ് ഇതിന്റെ ടേബിൾ വന്നിട്ടുണ്ടായിരുന്നു. സമത്വ സമാജം ഞാൻ പറഞ്ഞിട്ടുണ്ട്. സമം കണ്ടു കഴിഞ്ഞാൽ അത് വൈകുണ്ഠ സ്വാമികളാണ്, കണക്ട് ചെയ്ത് വെച്ചോ. പിന്നെ SNDP ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമാണ്. അതാരാണ്? ശ്രീനാരായണ ഗുരു അല്ലേ സ്ഥാപിക്കുക. പിന്നെ സാധുജന പരിപാലന സംഘം, ഞാൻ പറഞ്ഞിട്ടുണ്ട്, സാധുക്കളായ ആളുകളെ കണ്ടാൽ നമ്മൾ എന്ത് പറയും? അയ്യോ എന്ന് പറയും. അപ്പൊ അയ്യങ്കാളി അല്ലെ, സാധുക്കളായ ജനങ്ങളെ കണ്ട അയ്യോ എന്ന് പറയും. സാധുവായ ഒരു മൃഗത്തിനെ കണ്ട നമ്മൾ അയ്യോ എന്ന് പറയും അല്ലെ. എന്താണ്? അയ്യങ്കാളി, അയ്യങ്കാളി. അത് വെച്ചിട്ട് കണക്ട് ചെയ്യുക, സാധുജന പരിപാലന സംഘം. പിന്നെ NSS സ്ഥാപിച്ചത് ചോദിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട്, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ്. അതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്താൽ മതി. നായർ സർവീസ് സൊസൈറ്റിയാണ്, അത് സ്ഥാപിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭൻ. അപ്പൊ NSS സ്ഥാപിച്ചത്, NSS 1914 സ്ഥാപിച്ചതാരാണ്? മന്നത്ത് പത്മനാഭൻ. അപ്പൊ ഇത് പഠിച്ചു വെച്ചോ. അപ്പൊ എന്തൊക്കെ പഠിച്ചു? റിപ്പീറ്റ് ചെയ്യണ ക്വസ്റ്റ്യൻ. കേരള സിംഹം പഠിച്ചോ? സർദാർ KM പണിക്കരാണ്. ഭാരത കേസരി കേരള മദൻ മോഹൻ മാളവ്യ, മന്നത്ത് പത്മനാഭനാണ്. പിന്നെ വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ്. റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻസ് മാത്രം കുറെ പറഞ്ഞു തരട്ടെ ഞാൻ. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത്. പിന്നെ പഠിച്ചു വെച്ചോ ഉഗുനി. ഈ കോഡ് എപ്പോഴും പഠിച്ചിട്ട് പോയിക്കോ. ഉഗുനി പ്രത്യേകിച്ച് പ്രിലിംസിലൊക്കെ പോകുമ്പോൾ പഠിച്ചിട്ട് പോയിക്കോ. ഉഗുനി ഇതെന്താണ്? ഉപ്പ് സത്യാഗ്രഹം 1930. ഗുരുവായൂർ സത്യാഗ്രഹം 1931. നിവർത്തന പ്രക്ഷോഭം 1932. ഈ നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ചോദ്യം വരെ തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ വരാൻ കാരണമായത് ഏതാന്ന് ചോദിച്ചാൽ അത് നിവർത്തന പ്രക്ഷോഭമാണ്. അപ്പൊ ഉഗുനി കിട്ടിയല്ലോ. ഉപ്പ് സത്യാഗ്രഹം 1930, ഗുരുവായൂർ സത്യാഗ്രഹം 1931, നിവർത്തന പ്രക്ഷോഭം 1932. ഈ ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ എപ്പോഴും ചോദ്യം വരും, ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദ്യം വരാറുണ്ട്. ഉപ്പ് സത്യാഗ്രഹത്തിനും ഗുരുവായൂർ സത്യാഗ്രഹത്തിനും രണ്ടിനും നേതൃത്വം നൽകിയത് ആരാണ്? കേളപ്പനാണ്. ഓക്കെ, ഇനി ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ചോദ്യം വന്നിട്ടുണ്ട്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. ഇനി അദ്ദേഹത്തിന്റെ ഒരു റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ പറഞ്ഞു തരട്ടെ. പട്ടിണി ജാഥ.
പട്ടിണി ജാഥ നയിച്ചത് ആരാന്ന് ചോദിച്ചാലും AKG ആണ്. AK ഗോപാലനാണ് പട്ടിണി ജാഥ നയിച്ചത്. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന ആരാണ്? പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നതും AKG ആണ്. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ ആരാന്ന് ചോദിച്ചാലും AKG ആണ്. റിപ്പീറ്റ് ചെയ്ത് വരുന്ന സാധനം എന്താ ഞാൻ പറഞ്ഞു, ഏതാണ്? പട്ടിണി ജാഥ നയിച്ചത് ആരാന്ന് ചോദിച്ചാൽ AK ഗോപാലനാണ്. പഠിച്ചു വെക്കുക. നമ്മൾ എന്താ പഠിച്ചത്? ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട, അതായത് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ അല്ലേ നമ്മൾ പഠിച്ചത്? ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാന്ന് ചോദിച്ചാൽ AKG ആണ്. AKG. പക്ഷെ ചോദ്യം വരും, ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ മന്നത്ത് പത്മനാഭനും, സെക്രട്ടറി ആരാന്ന് ചോദിച്ചാൽ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ ആളാണ്. അതായത് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ മന്നത്ത് പത്മനാഭൻ, സെക്രട്ടറി ആരാന്ന് ചോദിച്ചാൽ ആരാ നേതൃത്വം നൽകിയത്? ആരാണ്? K കേളപ്പനാണ്. അപ്പൊ സെക്രട്ടറി K കേളപ്പനാണ്. അത്ര ഒന്ന് പഠിച്ചു വെക്കുക. അപ്പൊ ഉഗുനി കിട്ടിയല്ലോ. 1930 ഉപ്പു സത്യാഗ്രഹം, 31 ഗുരുവായൂർ സത്യാഗ്രഹം, 32 നിവർത്തന പ്രക്ഷോഭം. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ വരാൻ കാരണമായത് നിവർത്തന പ്രക്ഷോഭം. ഇത്രയും കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റായി എന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ അല്ലേ? ഇനി ഇതിൽ നിന്ന് തന്നെ നവോത്ഥാനത്തിലൊക്കെ ഒരുപാട് റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. ഒന്നാമത് അരുവിപ്പുറം പ്രതിഷ്ഠ എന്തായാലും പഠിച്ചിട്ട് പോകണം. ഓക്കെ. പിന്നെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം, അതെല്ലാവർക്കും കിട്ടും. പിന്നെ മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. ഇത് രണ്ടും ആരുടെ വാക്കുകളാണെന്ന് ചോദിച്ചാൽ രണ്ടും ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളാണ്. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന സുഖത്തിനായി വരണം. ആരുടെ വാക്കുകളാണെന്ന് ചോദ്യം വന്ന ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളാണ്. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ ആരെ കുറിച്ചാണ് പറഞ്ഞതെന്ന് ചോദിക്കും. അത് ചോദ്യം വരാറുണ്ട്. ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ്. എന്താണ്? മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ്. സ്വാമി വിവേകാനന്ദനാണ് കേരളത്തെ ഒരു ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത്. അതും നമ്മൾ പഠിച്ചതാണ് അല്ലെ? അപ്പൊ ഏകദേശം പഠിച്ച കാര്യങ്ങളാണ്. പിന്നെ ഇപ്പൊ എന്താ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചോദ്യം? സമത്വ സമാജം ചോദ്യം വരും കേട്ടോ. സമത്വ സമാജം, അല്ലെങ്കിൽ സമപന്തി ഭോജനം ചോദ്യം വരും, അല്ലെങ്കിൽ മിശ്ര ഭോജനം ചോദ്യം വരും. ഓക്കെ. അപ്പൊ അതൊക്കെ ഏകദേശം കിട്ടിയിട്ടുണ്ട്. ഇനി INC രൂപീകൃതമായ വർഷം ചിലപ്പോൾ ചോദിക്കും. 1885 ഡിസംബർ 28 ചോദ്യം വരാറുണ്ടേ. ഓക്കെ. പ്രിലിംസ് ആയതുകൊണ്ടാണ് ഇത് പറഞ്ഞിരുന്നത്. 1885 ഡിസംബർ 28 INC രൂപീകൃതമായത്. അപ്പൊ അതും പഠിച്ചു വെക്കുക. ഓക്കെ. അപ്പൊ അതും കിട്ടി. ഇനി റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചോദ്യം, ഓക്കെ, പഞ്ചവത്സര പദ്ധതിയിൽ നിന്ന് ചോദ്യം വരെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് മാത്രം പറഞ്ഞുതരാം. ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്താണ് അറിയപ്പെടുന്നത്? ഹരോൾഡ് ഡോമർ മാതൃക. ഹരോൾഡ് ഡോമർ മോഡൽ. സോമർ അല്ല, ഡോമർ. ഹരോൾഡ് ഡോമർ മോഡൽ. ഹരോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ഓക്കെ. അപ്പൊ അതിൽ നിന്ന് ചോദ്യം വരും എങ്ങനെയാണ്? കൃഷിക്ക് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. കൃഷിക്ക് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി എന്താണ്? കൃഷിക്ക് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി ഏതാന്ന് ചോദിച്ചാൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ഹരോൾഡ് ഡോമർ മാതൃക. അത് പഠിച്ചു വെച്ചോ. ഇമ്പോർട്ടന്റ് ആയത് മാത്രം ഞാൻ പറഞ്ഞുതരാം. ഹരോൾഡ് ഡോമർ മാതൃകയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി, കൃഷിക്ക് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി. ഇനി അടുത്തത് മഹലനോബിസ് മാതൃക. മഹലനോബിസ് മാതൃക. മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇതാണ് എന്തിന് ഊന്നൽ നൽകിയത്? വ്യവസായത്തിന് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി. വ്യവസായത്തിന് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതിയാണ് ഇത്. ഓക്കെ. രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇത് രണ്ടുമാണ് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചോദ്യം. ഓക്കെ. ഇനി ഇവിടെ ഒന്നും വരുന്നത് ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം. ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്? ആലോചിച്ച് നോക്ക്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്? അഞ്ചാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ. അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ് ഗരീബി ഹട്ടാവോ. പിന്നെ ചോദ്യം വരും, ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. 10ാം പഞ്ചവത്സര പദ്ധതിയാണ് കേരള മോഡൽ എന്നറിയപ്പെടുന്നത്. ഇത്ര ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഇത്ര കാര്യങ്ങൾ മാത്രം. ഒന്ന്, കൃഷിക്ക് ഊന്നൽ നൽകിയത് ഒന്നാം പഞ്ചവത്സര പദ്ധതി. 2, വ്യവസായത്തിന് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി. ഇത് രണ്ടും പഠിച്ചു വെച്ചോ. ഒന്നിന്റെ പേര് ഹരോൾഡ് ഡോമർ മാതൃക, രണ്ടാമത്തെ എന്ത് മാതൃകയാണ്? മഹലനോബിസ് മാതൃക. അത്ര കാര്യങ്ങളൊന്ന് പഠിച്ചു വെക്കും. ബാക്കി പിന്നെ നോക്കാം. ഓക്കെ. പിന്നെ RBI പഠിച്ചു വെച്ചോ. 1935 എന്താണ്? 1935 എന്നാണ് RBI നിലവിൽ വന്നത്?
RBI 1935 ഏപ്രിൽ 1 RBI എന്താണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. RBI നിലവിൽ വന്നത് 1935 ഏപ്രിൽ 1 എപ്പോഴാണ്? 1935 ഏപ്രിൽ 1 1935 ഏപ്രിൽ 1 RBI നിലവിൽ വന്നത്. ഓക്കെ, RBI നിലവിൽ വന്നത്. ചോദ്യം വരും, RBIയുടെ ആദ്യ ഗവർണർ ആരാന്ന് ചോദ്യം വന്ന ഓസ്ബോൺ സ്മിത്ത് ആണ്. ഓസ്ബോൺ സ്മിത്ത് ആണ് RBIയുടെ ആദ്യ ഗവർണർ. പിന്നെ ചോദ്യം വരും, RBI ഗവർണറായ ആദ്യ ഇന്ത്യക്കാരൻ എന്ന് പറയുമ്പോൾ എന്താ? നമ്മുടെ ദേശക്കാരൻ അല്ലെ, നമ്മുടെ ദേശം. ഓക്കെ, നമ്മുടെ ദേശമാണ് ഇന്ത്യ. അപ്പോ CD ദേശ്മുഖ്. CD ദേശ്മുഖ് ആണ് RBI ഗവർണറായ ആദ്യ ഇന്ത്യക്കാരൻ. ഓക്കെ, RBI ഗവർണറായ ആദ്യ ഇന്ത്യക്കാരൻ പഠിച്ചു വെച്ചോ. CD ദേശ്മുഖ് ആണ്. RBI നിലവിൽ വന്നത് 1935 RBIനെ പറ്റിയിട്ട് ഇങ്ങനെ ആയിരിക്കും ചോദ്യം വരിക. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് അല്ലെ, ബാങ്കുകളുടെ ബാങ്ക്, വായ്പയുടെ നിയന്ത്രകൻ അല്ലെ, വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്ക് ഒക്കെ ചോദിച്ചാൽ അത് RBI ആണ്. അപ്പൊ ഇത്ര കാര്യങ്ങളൊന്ന് പഠിച്ചു വെക്ക്. RBI നിലവിൽ വന്ന വർഷം 1935 ഏപ്രിൽ 1. RBI ഗവർണർ ആയത് ഓസ്ബോൺ സ്മിത്ത് ആണ്. RBI ഗവർണറായ ആദ്യ ഇന്ത്യക്കാരൻ CD ദേശ്മുഖ് ആണ്. ഇത്ര കാര്യങ്ങളൊന്ന് പഠിച്ചു വെക്കാം. പിന്നെ RBIയുടെ ചിഹ്നത്തിൽ മുദ്രണം ചെയ്ത്, അത് റിപ്പീറ്റ് ചെയ്ത് വരും, പ്രത്യേകിച്ച് പ്രിലിംസിന്. RBIയുടെ ചിഹ്നത്തിൽ മുദ്രണം ചെയ്തിരിക്കുന്ന മൃഗം ഏതാന്ന് ചോദിച്ചാൽ കടുവയാണ് കേട്ടോ. കടുവയാണ് RBIയുടെ ചിഹ്നത്തിൽ മുദ്രണം ചെയ്തിരിക്കുന്ന മൃഗമാണ് കടുവ മൃഗം ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ. ചിലപ്പോ ഇങ്ങനെ ചോദ്യം വരുന്നത്, അതായത് സ്പീഡിൽ നമ്മൾ ആൻസർ ചെയ്താൽ തെറ്റിപ്പോളുന്ന സാധനം ഞാൻ പറഞ്ഞുതരാം. RBIയുടെ ചിഹ്നത്തിൽ മുദ്രണം ചെയ്തിരിക്കുന്ന വൃക്ഷം ഏതാന്ന് ചോദിച്ചാൽ എണ്ണപ്പന. നമ്മളോട് ചോദ്യം വന്നിട്ടുണ്ടാവുക വൃക്ഷം ഏതെന്നായിരിക്കും. ആദ്യത്തെ ഓപ്ഷനിൽ കടുവ വന്ന് കിടക്കുന്നുണ്ടാവും. കടുവയും RBIയും തമ്മിൽ കണക്റ്റഡ് ആണ്, നമ്മൾ പഠിച്ചതാണെന്ന് പറഞ്ഞിട്ട് വേഗം പോയി കറുപ്പിക്കരുത്. ചോദ്യം ശ്രദ്ധിച്ചു വായിക്കുക. വൃക്ഷം ചോദിച്ചാൽ എണ്ണപ്പനയും, മൃഗം ചോദിച്ചാൽ കടുവയും. നേരെ പോയിട്ട് ആൻസർ ചെയ്യുക. രണ്ടും അവിടെ ചിലപ്പോൾ ഓപ്ഷനിൽ തരും. ഓക്കെ, അപ്പൊ RBIയുടെ ചിഹ്നത്തിൽ മുദ്രണം ചെയ്തിരിക്കുന്ന മൃഗമാണ് കടുവ അല്ലെ. നമ്മുടെ ദേശീയ മൃഗമാണ് റോയൽ ബംഗാൾ കടുവ. കടുവയുടെ ശാസ്ത്രീയ നാമം ചോദ്യം വരും, പാന്തേര ടൈഗ്രിസ്. ടൈഗർ എന്നല്ലേ കടുവനെ പറയാ, ടൈഗ്രിസ്. അപ്പൊ കിട്ടുട്ടോ, പാന്തേര ടൈഗ്രിസ് ആണ് കടുവ. റോയൽ ബംഗാൾ കടുവ പാന്തേര ടൈഗ്രിസ്. അപ്പൊ എത്ര കാര്യങ്ങൾ പഠിച്ചല്ലോ. RBIയുടെ ചിഹ്നത്തിൽ മുദ്രണം ചെയ്തിരിക്കുന്ന മൃഗം ഏതാന്ന് ചോദിച്ചാൽ കടുവ, വൃക്ഷം ഏതാന്ന് ചോദിച്ചാൽ എണ്ണപ്പന. ഇനി തെങ്ങ്. എണ്ണപ്പന പറഞ്ഞപ്പോ തെങ്ങിനെ കുറിച്ചൊന്ന് പഠിച്ചു വെച്ചോ. തെങ്ങിന്റെ എന്താ ചോദ്യം വരാ അറിയോ? 1, നമ്മുടെ ഔദ്യോഗിക വൃക്ഷം ഏതാന്ന് ചോദ്യം വരും അല്ലെ. നമ്മുടെ ഔദ്യോഗിക വൃക്ഷം ഏതാന്ന് ചോദിച്ചാൽ തെങ്ങാണ്. നമ്മുടെ ദേശീയ വൃക്ഷം ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് പേരാലാണ്. ഓക്കെ, അതിന്റെ ശാസ്ത്രീയ നാമം ചോദിക്കും. പേരാലിന്റെ ശാസ്ത്രീയ നാമം പേരാൽ. അരയാലിനും പേരാലിനും എപ്പോഴും ഇത് വരാറുണ്ട്. അതിൽ പേരാലാണ് ഉത്തരം വരാറുള്ളത് കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചോ. പേരാൽ. അതിന്റെ ശാസ്ത്രീയ നാമം ഫൈക്കസ് ബംഗാളൻസിസ്. ഫൈക്കസ് ബംഗാളൻസിസ്. ഇനി ഈ തെങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്താ പഠിക്കാനുള്ളത് വെച്ചാൽ, തെങ്ങ് ഒന്ന് തെങ്ങിന്റെ ശാസ്ത്രീയ നാമം പഠിക്കണം. എന്താണ്? കോക്കോസ് ന്യൂസിഫെറ എന്നാണ് തെങ്ങിന്റെ ശാസ്ത്രീയ നാമം. കോക്കനട്ട് ട്രീ കോക്കോസ് ന്യൂസിഫെറ. പിന്നെ ചോദ്യം വരും, 1000 ആവശ്യങ്ങൾക്കുള്ള മരം എന്നറിയപ്പെടുന്നത്. 1000 ആവശ്യങ്ങൾക്കുള്ള മരം ഏതാണ്? 1000 ആവശ്യങ്ങൾക്കുള്ള മരം തെങ്ങാണ്. കൽപ്പക വൃക്ഷം എന്നറിയപ്പെടുന്നതും തെങ്ങാണ്. കൽപ്പക വൃക്ഷം 1000 ആവശ്യങ്ങൾക്കുള്ള മരം ഏതാണ്? തെങ്ങാണ്. തെങ്ങിന്റെ ശാസ്ത്രീയ നാമം കോക്കോസ് ന്യൂസിഫെറ. അത്ര കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഓക്കെ അല്ലേ? അപ്പൊ തെങ്ങും കിട്ടി. പിന്നെ പതാക ഒക്കെ നമ്മൾ പഠിച്ചാണ്. ഈ ദേശീയമായി ബന്ധപ്പെട്ട് ദേശീയ പതാക, ദേശീയ മുദ്ര, അങ്ങനത്തെ ഒക്കെ നമ്മൾ പഠിച്ചാണ്. ദേശീയ മുദ്ര ഏതാണ്? ദേശീയ മുദ്ര സിംഹമുദ്ര അല്ലെ. ദേശീയ മുദ്ര സിംഹമുദ്ര രൂപകൽപ്പന ചെയ്തത് ആരാണ്? ദീനാനാഥ് ഭാർഗവയാണ്. ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യ. ഓക്കെ, അപ്പൊ അതൊക്കെ കണക്ട് ചെയ്ത് പഠിക്കാം. മുമ്പ് പഠിച്ചതാവും. ഒന്ന് മനസ്സിലാണെങ്കിലും എല്ലാതും ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. ഏതെങ്കിലും കിട്ടുന്നില്ല തോന്നുകയാണെങ്കിൽ പിന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പോവാം. പിന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചോദ്യം ഏതാണ്? നമ്മൾ പഞ്ചവത്സര പദ്ധതികളിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന പഠിച്ചു. പിന്നെ ഈ കായലുകളുമായി ബന്ധപ്പെട്ട എപ്പോഴും ഏതെങ്കിലും ഒരു കായലുകളുടെ ഷേപ്പ് ചോദിക്കും. അതായത് ഇന്ന ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ ഏത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. F ആകൃതിയിൽ കാണപ്പെടുന്ന കേരളത്തിലെ കായൽ. ആദ്യം കേരളത്തിൽ എത്ര കായലുകളുണ്ട്? 34 കായലുകളുണ്ട് അല്ലെ. 34 കായലുകളുണ്ട്. അതിൽ ശുദ്ധജല തടാകങ്ങൾ എത്രയെന്ന് ചോദിച്ചാൽ 7 എണ്ണമാണ്. 7 ശുദ്ധജല തടാകങ്ങളാണ്. ബാക്കി 27 എണ്ണം കടലുമായി ബന്ധമുള്ളതാണ്. ഓക്കെ, 27 എണ്ണം. ഇതിൽ 7 ശുദ്ധജല തടാകങ്ങൾ. F ആകൃതി
ആകൃതിയിൽ കാണപ്പെടുന്ന കേരളത്തിലെ കായൽ ഏതാന്ന് ചോദിച്ചാൽ ശാസ്താം. പഠിച്ചു വെച്ചോ, ഇപ്പൊ തന്നെ പഠിച്ചിട്ട് പോവാ. ശാസ്താംകോട്ട കായലാണ്. കോട്ട, ശാസ്താംകോട്ട. കോട്ടക്ക് നമ്മൾ എന്താ പറയാ? എഫ് ആകൃതി. എഫ് ഫോർ ഫോർട്ട്. ഓക്കെ, ഫോർട്ട് കണക്ട് ചെയ്തൂടെ? ശാസ്താംകോട്ട, കോട്ട വെച്ചിട്ട് ഫോർട്ട് കണക്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നതും ഏതാണ്? ശാസ്താംകോട്ട കായലാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഞാൻ എപ്പോഴും പറഞ്ഞു തരുന്നല്ലേ, രാജാവിന്റെ രാജ്ഞി, അതായത് രാജ്ഞി എവിടെ ഉണ്ടാവുക? രാജാവിന്റെ കോട്ടയിലാണ്. അപ്പൊ ശാസ്താംകോട്ട, ശാസ്താംകോട്ട. അപ്പൊ ഈ കോട്ട വെച്ചിട്ട് എന്ത് കണക്ട് ചെയ്യുക? ഒന്ന്, കായലുകളുടെ രാജ്ഞി ചോദിച്ചാൽ രാജ്ഞി എവിടെയാണ് ഉണ്ടാവുക എന്ന് ആലോചിക്കുക. അത് കോട്ടയിലാണ്. രാജ്ഞി രാജാവിന്റെ കോട്ടയിലാണ് ഉണ്ടാവുക. ഇനി എഫ് ആകൃതി ചോദിച്ചു കഴിഞ്ഞാൽ എഫ് വെച്ചിട്ട് ഫോർട്ട് കണക്ട് ചെയ്യുക. ഫോർട്ട്, കോട്ട, ഫോർട്ട്, കോട്ട കണക്ട് ചെയ്യുക. അപ്പൊ എഫ് ആകൃതി കിട്ടും. എഫ് ആകൃതിയിൽ കാണപ്പെടുന്ന കേരളത്തിലെ കായൽ ഏതാന്ന് ചോദിച്ചാൽ ശാസ്താംകോട്ട കായൽ. പിന്നെ ചോദ്യം വരും, കഴിഞ്ഞ എക്സാമിന് ഞാൻ പറഞ്ഞായിരുന്നു ചോദ്യം വരുന്നു, കേരളത്തിലെ ഏറ്റവും വലിയ തടാകം ഏതാന്ന് ചോദിച്ചാൽ വേമ്പനാട്ടു കായലാണ്. അപ്പൊ നമുക്ക് പഠിക്കാൻ സിമ്പിൾ ആണ്. ഏറ്റവും വലുത് വാ, വേമ്പനാട്ടുകായലിനും വാ. വേമ്പനാട്ടുകായൽ വാ വെച്ച് തുടങ്ങുന്നതല്ലേ, അപ്പൊ വലുത് വേമ്പനാട്ടുകായൽ. രണ്ടിനെയും കണക്ട് ചെയ്ത് വെക്കുക. ഇനി ഏറ്റവും വലിയ ശുദ്ധജല തടാകം, ശുദ്ധജലം ശാസ്താംകോട്ട കായൽ. രണ്ടിനും തമ്മിൽ കണക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, കിട്ടുമല്ലോ? ശുദ്ധജലം ശാസ്താംകോട്ട, വലുത് വേമ്പനാട്ടുകായൽ. ഇനി എഫ് ആകൃതിയിൽ കാണപ്പെടുന്നത് പഠിച്ചു. ഇനി ഹൃദയത്തിന്റെ ആകൃതി. ഹൃദയത്തിന്റെ ആകൃതി ഏതാ? ഹൃദയത്തിന്റെ ആകൃതി മേപ്പാടി കായൽ. മേപ്പാടി, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അറിയാതെ മേപ്പാടി കായൽ എന്ന് പറഞ്ഞു പോയി, ക്ഷമിക്കണം. മേപ്പാടി കായൽ. ഓക്കെ, മേപ്പാടി കായൽ, മേപ്പാടി കായൽ. മേപ്പാടി കായലാണ് ഹൃദയത്തിന്റെ ആകൃതി. ഹൃദയത്തിന്റെ ആകൃതി മേപ്പാടി കായൽ. പിന്നെ ഇന്ത്യയുടെ ആകൃതി, അതായത് ഇന്ത്യൻ ഭൂപടത്തിന്റെ ആകൃതിയിൽ ഒരു തടാകം ഉണ്ട്, അതാണ് പൂക്കോട് തടാകം. പൂക്കോട് തടാകം, പൂക്കോട് തടാകം. ഓക്കെ, പൂക്കോട് തടാകമാണ് ഹൃദയത്തിന്റെ ആകൃതി. പിന്നെ ചോദ്യം വരും, ഇന്ത്യ, അതായത് കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാന്ന് ചോദിച്ചാൽ പൂക്കോട് തടാകമാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് പൂക്കോട് തടാകം. ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം അല്ലെങ്കിൽ ഏറ്റവും ചെറിയ തടാകം ഏതാന്ന് ചോദിച്ചാലും പൂക്കോട് തടാകം. ഏറ്റവും വലുത് വേമ്പനാട്ട് കായൽ. ഇത്രയും കാര്യങ്ങളൊക്കെ ഏകദേശം ക്ലിയർ അല്ലേ? ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ. പിന്നെ സങ്കര ഇനങ്ങളൊക്കെ എപ്പോഴും ചോദ്യം വരാറുണ്ട് കേട്ടോ. ലോല, ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ഇതൊക്കെ ഏതിൻ്റെയാണ്? ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ഞാൻ മുമ്പ് പാട്ടിലൂടെ ഒക്കെ പഠിപ്പിച്ചാണ്, അങ്ങനെ പഠിച്ചു നോക്ക്. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ഒരു 4 വട്ടം ഞാൻ പാടിത്തരാം, ചിലപ്പോൾ ചെവിയിൽ കയറിയിട്ട് അങ്ങനെ പഠിച്ചു പോയിക്കോളും. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. 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 ഒന്നുകൂടെ, ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ഒന്ന് പഠിപ്പിച്ചെടുക്കാനുള്ള പണിയായി. ഓക്കെ, അപ്പൊ ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. കിട്ടിയോ? ഇനി ഇത് ഏതിൻ്റെന്ന് കണക്ട് ചെയ്യാൻ? മാലിക. മാലിക വെച്ചിട്ട് മാലനെ കണക്ട് ചെയ്യാം. നമുക്ക് ഈ പയറുകൾ കൂട്ടിയിട്ട് ഒരു മാല ഉണ്ടാക്കാൻ ആലോചിക്കാം. അപ്പൊ പയറിന്റെ സങ്കര ഇനങ്ങളാണ് ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ഓക്കെ, ഇനി പവിത്ര, പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, സുവർണ. പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, സുവർണ. ഇത് ഏതിന്റെയാണ്? ഇത് നെല്ലിന്റെ സങ്കര ഇനങ്ങളാണ് കേട്ടോ. നെല്ലിന്റെ സങ്കര ഇനങ്ങളാണ്. പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, സുവർണ. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. 4 ഒപ്പം നമുക്ക് കിട്ടും. ഇങ്ങനെ പാട്ടായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒക്കത്തിന് ഒപ്പം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. കാരണം ഇങ്ങനെ ചോദ്യം വരും, താഴെ തന്നിരിക്കുന്നതിൽ പയറിന്റെ സങ്കര ഇനങ്ങളിൽ പെടാത്തത് ഏതെന്ന് ചോദ്യം വരും. അപ്പൊ നമുക്ക് ഈ പാട്ട് ഓർമ്മ വരണം. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ഓക്കെ, ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. അപ്പൊ അത് പഠിച്ചു വെച്ചാൽ കിട്ടും. ലോല, മാലിക, മാല. ഓക്കെ, പയറ് കൊണ്ട് മാല. ആലോചിക്കുക. ഇനി ഇവിടെ നെല്ലിന്റെ സങ്കരം, നെല്ലാണ് നമ്മുടെ അരി. ഓക്കെ, അരി. അപ്പൊ പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, സുവർണ. ഇത് ഒപ്പം ഒന്ന് 4 വട്ടം വായിക്കോ. പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, സുവർണ. പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, സുവർണ. പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, സുവർണ. പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, സുവർണ. ഒരു വട്ടം കൂടെ. പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, സുവർണ. ഒന്ന് നോക്ക്. അന്നപൂർണ, അന്നം.
ഈ നെല്ല് നമ്മുടെ അന്നമല്ലേ, നെല്ല് നമ്മുടെ അന്നമാണെന്ന് ആലോചിക്കുക. അപ്പൊ അന്നപൂർണ സുവർണ, സുവർണ പഠിച്ചു വെക്കണം. ഗോൾഡൻ റൈസ്, വിറ്റാമിൻ എയിൽ നിന്നും ലഭിക്കുന്ന ഏതാന്ന് നോക്കും, അല്ല ഏത് അരിയിൽ നിന്നുമാണ് വിറ്റാമിൻ എ ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ സുവർണ അരിയാണ് കേട്ടോ. ഗോൾഡൻ റൈസിൽ നിന്നുമാണ് വൈറ്റമിൻ എ ലഭിക്കുന്നത്. വിറ്റാമിൻ എന്റെ എപ്പോഴും ചോദ്യം വരാറുണ്ട്, കണ്ണിന് ആവശ്യമായ, അതായത് കാഴ്ചശക്തിക്ക് ആവശ്യമായ വിറ്റാമിൻ ഏതെന്ന് ചോദ്യം വന്ന വിറ്റാമിൻ എ ആണ് കേട്ടോ. അപ്പൊ ആലോചിച്ച് നോക്കുക, വിറ്റാമിൻ എ ഇല്ലെങ്കിൽ അവൻ എന്തായി? എ ഫോർ അന്ധൻ, എ ഫോർ അന്ധൻ, എ ഫോർ അന്ധൻ കിട്ടുമല്ലോ. എ ഫോർ അന്ധൻ ആലോചിച്ചാൽ വിറ്റാമിൻ എ, വിറ്റാമിൻ എ. ഓക്കെ, അപ്പൊ കണ്ണിന് ആവശ്യമായ വിറ്റാമിൻ എ ആണ് കേട്ടോ, വിറ്റാമിൻ എ ആണ്. ക്യാരറ്റ്, ഇലക്കറി, പാല്, മുട്ട, ഗോൾഡൻ റൈസിൽ നിന്നൊക്കെയാണ് വിറ്റാമിൻ എ ലഭിക്കുന്നത്. അപ്പൊ അതും പഠിച്ചു വെക്കാം. അപ്പൊ നെല്ലിന്റെ സങ്കര ഇനങ്ങൾ പഠിച്ചു. ഇനി പിന്നെ ഉജ്ജ്വല. ഓക്കെ, ഉജ്ജ്വല, ജ്വാലമുഖി, അനുഗ്രഹ, ഇത് ഏതിന്റെന്ന് ചോദ്യം വരാറുണ്ട്. ഇതൊക്കെ SCERT ആണ്. SCERT ഒരു ടേബിൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഓരോന്നും പറഞ്ഞു തരുന്നത്. അപ്പോ ഉജ്ജ്വല, ജ്വാലമുഖി, അനുഗ്രഹ. ഒന്ന് ആലോചിച്ച് നോക്ക്, എന്ത് കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉജ്ജ്വലം എന്ന് പറയാം. എന്തോ ഒന്ന് കടിച്ചു കഴിഞ്ഞാൽ എന്താണ്? പച്ചമുളക് കടിച്ചു കഴിഞ്ഞാൽ ഉജ്ജ്വലം. പിന്നെന്താ? ജ്വാല. ഓക്കെ, ഇനി കുറച്ച് പഞ്ചസാര അല്ലെങ്കിൽ ഐസിന്റെ കട്ട എന്തെങ്കിലും എടുത്ത് വായിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അനുഗ്രഹം കിട്ടും അല്ലെ. അപ്പോ ഉജ്ജ്വല, ജ്വാലമുഖി, അനുഗ്രഹ. അപ്പൊ എന്തോ കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉജ്ജ്വലം. അപ്പൊ അത് വെച്ചിട്ട് തന്നെ ജ്വാല കണക്ട് ചെയ്യുക. പിന്നെ എന്താണ്? അനുഗ്രഹം. കുറച്ച് തണുത്ത വെള്ളം അല്ലെങ്കിൽ ഐസ് കട്ട എന്തെങ്കിലുമൊക്കെ വായിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അയ്യോ, അനുഗ്രഹം. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്തിന്റെയാണ്? പച്ചമുളക്. ഇനി അടുത്തത് തക്കാളിയുടെ സങ്കരയിനം കൂടെ പഠിച്ചോ. തക്കാളി എന്താണ്? തക്കാളിയുടെ സങ്കര ഇനം അക്ഷയ, അനഘ, മുക്തി. ഓക്കെ, അക്ഷയ, അനഘ, മുക്തി. ഇത് ഏതിന്റെയാണ്? തക്കാളിയുടെ സങ്കര ഇനമാണ് അക്ഷയ, അനഘ, മുക്തി. അക്ഷയ, അനഘ, മുക്തി ഏതിന്റെ സങ്കര ഇനമാണ്? തക്കാളിയുടെ സങ്കര ഇനം. ഏതാണ്? അക്ഷയ, അനഘ, മുക്തി. അക്ഷയ, അനഘ, മുക്തി ഏതിന്റെയാണ്? തക്കാളിയുടെ സങ്കര ഇനം. കിട്ടുമല്ലോ. ഇനി വെണ്ടടയെന്നും കൂടെ പഠിച്ചു വെച്ചോ. അർക്ക, അനാമിക, സൽകീർത്തി, കിരൺ. ഇതിന് ഞാൻ എപ്പോഴും ഒരു കോഡ് പറഞ്ഞു തരാറുണ്ട്. വെണ്ടടല്ലേ, വെണ്ട. നമ്മൾ ഈ കോഴിനെ അല്ലെങ്കിൽ പോത്തിനെയൊക്കെ അറക്കുന്നത് ആലോചിച്ചാൽ മതി. ഈ കോഴിക്ക് അഥവാ സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ ഇതിനെ അറക്കാൻ പോകുമ്പോൾ എന്ത് പറയും? അയ്യോ വേണ്ട എന്ന് പറയില്ലേ. അപ്പൊ വേണ്ട വെച്ചിട്ട് കണക്ട് ചെയ്യാട്ടോ. ഓക്കെ, അപ്പൊ കോഴിനെ അറക്കാൻ പോകുമ്പോൾ അഥവാ നമ്മുടെ ഈ കോഴിക്കൊക്കെ സംസാരിക്കാൻ പറ്റുമെങ്കിൽ കോഴി എന്ത് പറയും? വേണ്ട എന്ന് പറയും. അപ്പൊ വെണ്ട, അർക്ക. ഓക്കെ, അപ്പൊ അർക്ക വെച്ച് കണക്ട് ചെയ്യാം. അർക്ക, അനാമിക, സൽകീർത്തി, കിരൺ. ഓക്കെ, അർക്ക, അനാമിക, സൽകീർത്തി, കിരൺ. ഇത് നാലും, ഇതിൽ ഒരെണ്ണം പഠിച്ചു വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഈ അർക്ക ഇതുമായിട്ട് കണക്റ്റഡ് ആണെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ നെല്ലുമായിട്ട് കണക്റ്റഡ് ആണ് അന്നപൂർണ നമ്മൾ പറഞ്ഞു. മാല പയറുമായി കണക്റ്റഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ മാലിക കിട്ടും. പക്ഷെ ഈ ബാക്കി ഒക്കത്തിനെയും ഒപ്പം ഒരു 4-5 വട്ടമെങ്കിലും ഒപ്പം ഇതിനൊക്കെ വായിക്കണം. അപ്പൊ ഇതൊക്കെ ഒപ്പം ഒരു ഗ്രൂപ്പായിട്ട് നമ്മുടെ വായിൽ അല്ലെങ്കിൽ മനസ്സിൽ ഉണ്ടാവും. അതായത് അർക്ക, അനാമിക, സൽകീർത്തി, കിരൺ. ഒരു 5 വട്ടെങ്കിലും പിന്നെയും പറയാ. അർക്ക, അനാമിക, സൽകീർത്തി, കിരൺ. അർക്ക, അനാമിക, സൽകീർത്തി, കിരൺ. അർക്ക, അനാമിക, സൽകീർത്തി, കിരൺ. ഓക്കെ, അർക്ക, അനാമിക, സൽകീർത്തി, കിരൺ. ഇതെന്താണ്? വേണ്ട അല്ലെ. അറക്കാൻ പോകുമ്പോ വേണ്ട എന്ന് പറയാം. അപ്പൊ അർക്ക അത് വെച്ചിട്ട് കണക്ട് ചെയ്യാം. പിന്നെ മുളകിന്റെ നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. മുളക് ഉജ്ജ്വലം, ജ്വാല. അത് കഴിഞ്ഞിട്ട് അനുഗ്രഹം അല്ലെ. അതായത് ഐസ് കട്ട എന്തെങ്കിലും എടുത്ത് വായിലിട്ട അനുഗ്രഹം കിട്ടും. അപ്പൊ പച്ചമുളകിന്റെ സങ്കര ഇനം ചോദിച്ചാൽ പച്ചമുളക് കടിച്ചു കഴിഞ്ഞാൽ അയ്യോ ഉജ്ജ്വലം. ഓക്കെ, ജ്വാല, ഉജ്ജ്വലം അല്ലെ. പച്ചമുളക് കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉജ്ജ്വലം അല്ലെ. പച്ചമുളക് കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഉജ്ജ്വലം. പിന്നെ എന്താണ്? ജ്വാല. അത് വെച്ചിട്ട് കണക്ട് ചെയ്യാം. പിന്നെ ഐസ് കട്ട എന്തെങ്കിലും എടുത്ത് വായിലിട്ടാൽ നമുക്ക് എന്ത് കിട്ടും? അയ്യോ അനുഗ്രഹം അല്ലെ. അപ്പൊ അത് വെച്ചിട്ട് ഉജ്ജ്വല, ജ്വാലമുഖി, അനുഗ്രഹ. ഇതൊക്കെ ഏതിന്റെ സങ്കര ഇനമാണ്? പച്ചമുളകിന്റെ സങ്കര ഇനമാണ്. അർക്ക, അനാമിക, സൽകീർത്തി. നോക്ക്, അർക്ക വേണ്ട ഇല്ല. ഇപ്പൊ കോഴിനെ അറക്കാനൊക്കെ പോകുമ്പോ അഥവാ കോഴിക്ക് സംസാരിക്കാൻ പറ്റുമെങ്കിൽ കോഴി എന്ത് പറയും? വേണ്ട എന്ന് പറയില്ലേ. അപ്പൊ അർക്ക, അനാമിക, സൽകീർത്തി, കിരൺ. അത് വെച്ചിട്ട് കണക്ട് ചെയ്യുക. വെണ്ടടയാണ്. പിന്നെ ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. മാല വെച്ചിട്ട് ഇതിന് നമ്മൾ പയറിനെ കണക്ട് ചെയ്തു. പയർ വർഷം ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ചോദ്യം വന്നാലോ, പയർ വർഷം 2016 ആണ് കേട്ടോ. പയർ വർഷം. ഓക്കെ, ഇനി മണ്ണ് വർഷം ചോദിക്കുകയാണെങ്കിൽ 2015 ആണ്. ഇതും റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ മണ്ണുകളെ കുറിച്ചിട്ടും നമുക്ക് പഠിക്കാം. അപ്പൊ കായലുകളെ കുറിച്ചിട്ടൊക്കെ ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട്. പിന്നെ ഈ നദികളുടെ വിശേഷണങ്ങൾ വരാറുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം വരും, കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം ചിലപ്പോൾ ചോദിക്കൂല. അത് 44 ആണ്. കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം ചോദിക്കും. അത് 3 ആണ്. ഓക്കെ, കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ 3 ആണ്. കബനി, ഭവാനി,
പാമ്പാർ. ഓക്കെ, കബനി, ഭവാനി, പാമ്പാർ. പമ്പയല്ല, പാമ്പാർ ആണ്. ഓക്കെ, അപ്പൊ ചോദ്യം എങ്ങനെ വരിക? താഴെ തന്നിരിക്കുന്നതിൽ കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ പെടാത്തത് ഏതെന്ന് ചോദ്യം വരും. അതേതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ ആണ് കിഴക്കോട്ട് ഒഴുകുന്നത്. പെടാത്തത് ചോദിച്ചു കഴിഞ്ഞാൽ പമ്പ ചിലപ്പോൾ തന്നിട്ടുണ്ടാവും. പമ്പ പെടില്ല. ഓക്കെ, പമ്പ പെടില്ല. പമ്പ പടിഞ്ഞാറോട്ട് ഒഴുകുന്നതാണ്. ഓക്കെ, 41 നദികൾ പടിഞ്ഞാറോട്ടും 3 നദികൾ കിഴക്കോട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി കേരളത്തിലെ ഏറ്റവും വലിയ നദി ചിലപ്പോൾ ചോദ്യം വരും. അത് പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ് പെരിയാർ. പക്ഷെ ഇതിനെ പറ്റിയിട്ട് എങ്ങനെ ചോദ്യം വരിക അറിയോ? കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്നും ശങ്കരാചാര്യർ പൂർണ്ണ എന്നും വിശേഷിപ്പിച്ച നദി ഏതാന്ന് ചോദിക്കും. അതേതാണ്? പെരിയാറാണ് കേട്ടോ. പെരിയാറാണ് അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്നും പൂർണ്ണ എന്നും വിശേഷിപ്പിച്ചത്. അതായത് കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ, ആരാണ് കൗടില്യൻ? ചാണക്യനാണ്. അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്നും ശങ്കരാചാര്യർ പൂർണ്ണ എന്നും വിശേഷിപ്പിച്ച നദിയാണ് പെരിയാർ. പെരിയാർ ഏറ്റവും വലിയ നദി. വലുതിന് നമ്മൾ തമിഴിൽ എന്താ പറയാ? പെരിയത് എന്ന് പറയില്ല. അപ്പൊ പെരിയാർ. ഓക്കെ, കണക്ട് ചെയ്യുക. പെരിയത്, പെരിയാർ എന്നുള്ളതിനെ കണക്ട് ചെയ്യുക. പെരിയത്, പെരിയാർ. പെരിയത്, പെരിയാർ, ഏറ്റവും പെരിയ നദി. അപ്പൊ പെരിയാർ. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി ഏതാന്ന് ചോദിച്ചാലും പെരിയാറാണ്. അതുകൂടെ പഠിച്ചു വെക്കുക. ഓക്കെ, ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ളത് പെരിയാറിലാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ളത് ഏതിലാണ്? ജലസേചന പദ്ധതി വെച്ചാൽ ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴയുടെ ചോദ്യം വരും. കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഏതാന്ന് ചോദിക്കും. നീളയല്ല, നിള. അതുപോലെ തന്നെ പേരാർ, നിള, പേരാർ, പൊന്നാനിപ്പുഴ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചാലും ഭാരതപ്പുഴയാണ്. ഈ ഭാരതപ്പുഴയുടെ തീരത്താണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിക്ക് തീരത്താണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. ഇനി ചോദ്യം വരും, കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന സ്ഥലം തൃശ്ശൂരുള്ള ചെറുതുരുത്തിയാണ് കേട്ടോ. തൃശ്ശൂരുള്ള ചെറുതുരുത്തിയാണ്. അപ്പൊ അതൊന്ന് പഠിച്ചു വെക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ഏകദേശം ക്ലിയർ അല്ലേ? ഓക്കെ, പിന്നെ സയൻസ് എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരും. രോഗങ്ങളുടെ വിശേഷണങ്ങളൊക്കെ ചോദിക്കട്ടെ. അതായത് നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? സ്കർവിയാണ്. സ്കർവി, നാവികരുടെ പ്ലേഗ്. റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യമാണ്. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് സ്കർവിയാണ്. കറുത്ത മരണം ഏതാണ്? ബ്ലാക്ക് ഡെത്ത്. പ്ലേഗ് ആണ് കറുത്ത മരണം. കറുത്ത മരണം പ്ലേഗ് ആണ്. ബ്ലൂ ഡെത്ത്, അതായത് നീലമരണം എന്നറിയപ്പെടുന്നത് കോളറയാണ്. കോളറ. ഓക്കെ, നീലമരണം കോളറ. അപ്പൊ കോളർ വെച്ച് കണക്ട് ചെയ്താൽ മതി. കോളർ, ഷർട്ടിന്റെ കോളർ വെച്ച് കണക്ട് ചെയ്യുക. അതായത് ഒരു വെള്ള ഷർട്ട് നമ്മൾ ഉജാലയിൽ മുക്കിട്ട അതിന്റെ കോളർ ഫുള്ള് നീല കളറാവുന്ന ആലോചിച്ച നീലമരണം കോളറ. സ്കർവി നാവികരുടെ പ്ലേഗ് കറുത്ത മരണം. അപ്പൊ അത്ര കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു നോക്കുക. ആന്ത്രാക്സ് എന്താണ്? ആന്ത്രാക്സ് നാൽക്കാലി രോഗം എന്നറിയപ്പെടുന്നതാണ് ആന്ത്രാക്സ്. കർഷകരുടെ രോഗം എന്നറിയപ്പെടുന്നതാണ് എലിപ്പനി. ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്നത് ബ്രേക്ക് ബോൺ ഫീവർ ഏതാണ്? ഡെങ്കിപ്പനിയാണ്. ബ്രേക്ക് ബോൺ ഫീവർ ഡെങ്കിപ്പനി. അപ്പൊ അത്ര കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക കേട്ടോ. പറങ്കിപ്പുണ്ണ് എന്നറിയപ്പെടുന്ന ചോദ്യം വരും. പറങ്കിപ്പുണ്ണ് സിഫിലിസ് ആണ്. പറങ്കിപ്പുണ്ണ് സിഫിലിസ്. പിന്നെ വിറ്റാമിൻസിന്റെ ചോദ്യം എപ്പോഴും ഉണ്ടാവും കേട്ടോ. വിറ്റാമിൻസിന് പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചാൽ കാസിമർ ഫങ്ക് ആണ്. കാസിമർ ഫങ്ക് ആണ് വിറ്റാമിൻസിന് ആ പേര് നിർദ്ദേശിച്ച വ്യക്തി. വിറ്റാമിൻസിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് കാസിമർ ഫങ്ക് ആണ് കേട്ടോ. വിറ്റാമിൻസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും കാസിമർ ഫങ്ക് ആണ്. വിറ്റാമിൻ എ നമ്മൾ പഠിച്ചു, കണ്ണിന് ആവശ്യമായ വിറ്റാമിൻ ആണ്. വിറ്റാമിൻ എയുടെ രാസനാമം ചോദ്യം വരും. കണ്ണിലെ ഒരു ഭാഗമാണ് റെറ്റിന. അപ്പൊ എന്റെ രാസനാമം റെറ്റിനോൾ. രാസനാമങ്ങളൊക്കെ നമ്മൾ വിറ്റാമിന്റെ ക്ലാസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ പഠിക്കാട്ടോ. രാസനാമങ്ങളൊക്കെ ചിലപ്പോൾ ചോദ്യം വരും. അപ്പൊ എല്ലാതും ഒന്ന് പഠിച്ചിട്ട് പോകും. നമ്മൾ കോഡിലൂടെ ഓരോന്നും പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ നമ്മുടെ സമയം പോകും. ഇമ്പോർട്ടന്റ് ആയത് പറഞ്ഞുതരാം. വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ചോദിക്കും. ഒന്ന് നിശാന്തത. പിന്നെ സിറോഫ്താൽമിയ. ഓക്കെ, സിറോഫ്താൽമിയ, നിശാന്തത. ഇത് രണ്ടുമാണ് വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാവുന്ന രോഗം. ഇനി വിറ്റാമിൻ ബിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാവുന്ന വിറ്റാമിൻ ബിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാവുന്നതാണ് ബെറിബെറി. ഇനി B2 B1 അങ്ങനെ കുറച്ചുണ്ട് കേട്ടോ. അപ്പൊ B2ന്റെ അപര്യാപ്തത മൂലം, അതായത് വായ്പുണ്ണിന് കാരണമാകുന്ന വിറ്റാമിൻ, അതായത് വായ്പുണ്ണ് ഏത് വിറ്റാമിന്റെ അപര്യാപ്തത മൂലമാണ് ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചാൽ അതേതാണ്? വിറ്റാമിൻ B2. വായ്പുണ്ണ് ഏത് വിറ്റാമിന്റെ അപര്യാപ്തത മൂലമാണ് വായ്പുണ്ണ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ വിറ്റാമിൻ B2. സൂര്യപ്രകാശത്തിൽ നശിച്ചു പോകുന്ന ഒരു വിറ്റാമിൻ ആണ് വിറ്റാമിൻ B2. ഇതൊന്ന് പഠിച്ചു വെച്ചോ. സൂര്യപ്രകാശത്തിൽ നശിച്ചു പോകുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ B2. പാലിന് ഇളം മഞ്ഞ നിറം നൽകുന്ന വിറ്റാമിൻ ഇല്ലേ, അതാണ് വിറ്റാമിൻ B2. പാലിന് ഇളം മഞ്ഞ നിറം നൽകുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ B2. അപ്പൊ പഠിക്കുക, സൂര്യപ്രകാശത്തിൽ നശിച്ചു പോകുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ B2. നമ്മൾ പഠിച്ചിട്ടുണ്ട് സൺഷൈൻ വിറ്റാമിൻ, അതായത് സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കും. ഈ വിറ്റാമിൻസിന്റെ ഭാഗത്തുനിന്ന് ഇമ്പോർട്ടന്റ് ആയത് മാത്രം ഒന്ന് പറഞ്ഞു തരട്ടെ. ഒന്ന് ചോദ്യം വരും,
കണ്ണിന് ആവശ്യമായ വിറ്റാമിൻ ഏത്? വിറ്റാമിൻ എ ആണ്. പിന്നെ വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം സിറോഫ്താൽമിയ, നിശാന്തത. അപ്പൊ അതും പഠിച്ചു വെക്കുക. ബെറി ഏത് വിറ്റാമിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നതാണെന്ന് ആർക്കും ചോദ്യം വരിക. ബെറി ഏതാണ്? വിറ്റാമിൻ ബിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബെറി. അത് മാത്രം ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ വിറ്റാമിൻ സി, രോഗപ്രതിരോധത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏതാന്ന് ചോദ്യം വരും. രോഗപ്രതിരോധത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏതാന്ന് ചോദ്യം എന്ന് പറഞ്ഞാൽ വിറ്റാമിൻ സി ആണ്. രോഗപ്രതിരോധം നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ഒരു രോഗിനെ കാണാൻ പോകുമ്പോൾ നമ്മൾ ഓറഞ്ച്, ആപ്പിൾ ഇതൊക്കെ കൊണ്ടുപോകും. അപ്പൊ ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക ഇവയിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി. അപ്പൊ എന്തിൽ നിന്നൊക്കെ ലഭിക്കുന്നു എന്നും പഠിച്ചല്ലോ. ഓക്കെ, അപ്പൊ രോഗപ്രതിരോധത്തിന് ആവശ്യമായ വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി. ഈ വിറ്റാമിൻ സിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന സ്കർവി. ഓക്കെ, വിറ്റാമിൻ സിയുടെ അപര്യാപ്തത മൂലമാണ്. ഇനി സൺഷൈൻ വിറ്റാമിൻ, അതായത് സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ. അതിനു മുമ്പ് ഒന്ന് പഠിച്ചോ, വിറ്റാമിൻ സി എങ്ങനെയൊക്കെയാണ് നഷ്ടപ്പെടുക എന്നറിയോ? വിറ്റാമിൻ സി നഷ്ടപ്പെടുന്നത് ഒന്ന് ചൂടാക്കുന്നതിലൂടെയും മൂത്രത്തിലൂടെയും നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി. ചൂടാക്കുക, അതായത് കുക്കറിൽ ചൂടാക്കുമ്പോൾ എങ്ങനെ സൗണ്ട് വരിക? എന്നൊരു സൗണ്ട് വരും. അപ്പൊ സി അത് വെച്ച് കണക്ട് ചെയ്യുക. സീനെ വെച്ചിട്ട് ആ സൗണ്ടിനെ കണക്ട് ചെയ്യുക, എന്നുള്ള കണക്ട് ചെയ്യുക. പിന്നെ മൂത്രം വയ്ക്കുമ്പോൾ എന്നുള്ള അതിനെ വെച്ച് കണക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് കണക്ട് ചെയ്യുക. മൂത്രത്തിന്റെ കണക്ട് ചെയ്യേണ്ട, നിങ്ങൾ എന്തായാലും ചൂടാക്കണം കണക്ട് ചെയ്യുക. മൂത്രം എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നിങ്ങൾ കണക്ട് ചെയ്തോ. ചൂടാക്കുന്നത് എന്നുള്ള സൗണ്ട് വെച്ചിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ വിറ്റാമിൻ സിയുടെ, അതായത് വിറ്റാമിൻ സി നശിച്ചു പോകുന്നത് ചൂടാക്കുന്നതിലൂടെയും മൂത്രത്തിലൂടെയുമാണ്. സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ് അഥവാ കണ രോഗം. നമ്മൾ പഠിച്ചിട്ടില്ലേ? റിക്കറ്റ്സ് അഥവാ കണ. പിന്നെ ഏതാണ്? ഓസ്റ്റീഷ്യസ് മലേഷ്യ. ഓക്കെ, പിന്നെ ചോദ്യം വരും ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാണെന്ന് ചോദ്യം വരും. വിറ്റാമിൻ ഇ ആണ്. വന്ധ്യതക്ക് കാരണമാകുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഇ. പിന്നെ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം കൂടെ പറഞ്ഞുതരാം. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാന്ന് ചോദിക്കും. അതേതാണ്? വിറ്റാമിൻ കെ ആണ് കേട്ടോ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് വിറ്റാമിൻ കെ ആണ്. ഇത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ? അപ്പൊ കിട്ടും. വിറ്റാമിൻസിന്റെ കാര്യങ്ങൾ ഇങ്ങനെ ഏകദേശം പഠിച്ചു നോക്കുക. ഇനി ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ വേഗം പോയിട്ട് വിറ്റാമിൻസിന്റെ ക്ലാസ് ഒന്ന് സെർച്ച് ചെയ്യുക. നമ്മൾ കോഡുകൾ യൂസ് ചെയ്ത് ഫുള്ള് പെർഫെക്റ്റ് ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലിസ്റ്റുകളുടെ ക്ലാസ് പെർഫെക്റ്റ് ആക്കി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ രോഗങ്ങളും രോഗകാര്യങ്ങളും ഒക്കെ അങ്ങനെ കോഡുകൾ യൂസ് ചെയ്ത് പഠിപ്പിക്കുന്ന ഒരുപാട് ക്ലാസ്സുകൾ ഉണ്ട്. ഏതെങ്കിലുമൊക്കെ തപ്പിപ്പിടിച്ച് കാണുക. പ്രത്യേകിച്ച് ലിസ്റ്റുകളൊക്കെ എന്തായാലും കണ്ടിട്ട് പോയിക്കോ. അത്ര ഡൗട്ട് വരുന്ന സാധനങ്ങളാണ്. അത് നമ്മൾ കഥയൊക്കെ പറഞ്ഞിട്ട് സെറ്റ് ആക്കി എടുക്കുന്നുണ്ട്. ഒരു 3 കഥകൾ നിങ്ങൾ പഠിച്ചു വെച്ചാൽ, ചെറുപ്പത്തിൽ ഇങ്ങനെ കഥ കേൾക്കുന്നത് പോലെ ഒരു കഥ കേട്ട് പഠിച്ചാൽ മതി. നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ അത് പഠിച്ചെടുക്കാൻ പറ്റും. പിന്നെ എത്രാമത്തെ പട്ടികയിലാണ് ലിസ്റ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? പട്ടിക 7 ആണ്. അതും പഠിച്ചു വെച്ച കോഡിലൂടെ 7 തിരിച്ചിട്ട്, ഈ 7 ഇങ്ങനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ L എന്നാണ്. L എന്താണ്? ലിസ്റ്റ് ആണ്. ഓക്കെ, പിന്നെ പട്ടിക 8 എന്താന്ന് വെച്ചാൽ നമുക്കറിയാം. നമ്മൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ എന്തറിഞ്ഞില്ലെങ്കിൽ 8ന്റെ പണി കിട്ടും അല്ലെ? നമ്മൾ പറയാറുണ്ട്. മറ്റേ പാണ്ടിപ്പട സിനിമയിൽ ഞാൻ എപ്പോഴും പറയുന്നതല്ലേ, എണ്ണടാന്ന് പറയുമ്പോൾ എണ്ണടാന്ന് ചോദിക്കണം. അപ്പൊ എണ്ണടാന്ന് ചോദിക്കണം. അപ്പൊ ഇയാളെന്താ പറയാ? 1, 2, 3. അതെന്താണ്? ഭാഷ അറിയാത്തതുകൊണ്ടാണ്. അപ്പൊ ഭാഷ അറിഞ്ഞില്ലെങ്കിൽ 8ന്റെ പണി കിട്ടും. അപ്പൊ പട്ടിക 8 ഭാഷ. ഓക്കെ, ഭാഷ അറിഞ്ഞില്ലെങ്കിൽ 8ന്റെ പണി കിട്ടും. പിന്നെ 10 പൈസ കിട്ടിയ അവൻ കൂറുമാറും. അപ്പൊ കൂറുമാറ്റം. 10 പൈസ കിട്ടിയ കൂറുമാറും. അപ്പൊ കൂറുമാറ്റം അവിടെ കിട്ടും. പിന്നെ രാജ്യസഭാ സീറ്റ് നമുക്കറിയാം. നമ്മുടെ സീറ്റ്, നമ്മുടെ സ്റ്റൂൾ, ചെയറിനൊക്കെ എത്ര കാലുണ്ട്? രാജ്യസഭാ സീറ്റ് 4 കാലുണ്ട്. അപ്പോ രാജ്യസഭാ സീറ്റ് എന്ന് കണ്ട രാജ്യസഭാ സീറ്റ് 4 കാല്. ഈ പട്ടികകളൊക്കെ ഫുള്ള് നമ്മൾ കോഡിലൂടെ പഠിച്ചതാണ് അല്ലെ? ഓക്കെ, ആദ്യം ഏതാണ്? ആദ്യം ഭൂപ്രദേശം. 2 എന്താണ്? 2 ആദ്യം നമ്മളൊരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവിടുത്തെ ഭൂപ്രദേശമൊക്കെ എങ്ങനെ ഉണ്ട് നോക്കും. അപ്പൊ ആദ്യം ഭൂപ്രദേശം. ഓക്കെ, യൂണിയൻ ടെറിട്ടറി, അതായത് ആദ്യം ഭൂപ്രദേശം. രണ്ടാമത് എന്താണ്? അവിടെ എത്ര ശമ്പളം ഉണ്ട് നോക്കും. ശമ്പളം എത്ര ഇത്തിരി അധികം ഉണ്ടെങ്കിലല്ലേ നമുക്ക് അവിടെ പോയി നിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ 2 ശമ്പളം. 3 എന്താണ്? പ്രതിജ്ഞ. ഇനി ശമ്പളം ഒക്കെ ഓക്കെയാണ്, ഞാൻ അയാളുടെ അടുത്ത് ജോലിക്ക് പോവാണ്. പാണ്ടിപ്പട സിനിമയിൽ തന്നെ പോകുന്നുണ്ട്. എന്നെ ഉയരണ്ണനിക്ക്, എന്നെ ഉടലെണ്ണനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പാണ്ടിപ്പട സിനിമയിൽ 3ാമത് എന്താണ്? പ്രതിജ്ഞ. ഓക്കെ, പിന്നെ 4 സീറ്റ്, രാജ്യസഭാ സീറ്റാണ്. 5 ഞാൻ എപ്പോഴും പറയും 5 ഇത് കണ്ടോ? 5 SC ST കണക്ട് ചെയ്യുക. SC ST 6 ഗോത്രങ്ങൾ. 7 തിരിച്ചിട്ട ലിസ്റ്റ് ആണ്. അപ്പൊ എല്ലാതും ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ. 8 ഭാഷ അറിഞ്ഞില്ലെങ്കിൽ 8ന്റെ പണി കിട്ടും. ഇത്രയും കാര്യങ്ങളൊക്കെ ഏകദേശം ക്ലിയർ അല്ലേ? ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുക. കേരള സിംഹമൊക്കെ എന്തായാലും ഒന്ന് പഠിച്ചിട്ട് പോകാം. ചിലപ്പോൾ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭവം പ്രകടിപ്പിച്ച് സവർണ ജാഥ മന്നത്ത് പത്മനാഭനാണ്. ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. നാവികരുടെ പ്ലേഗ് സ്കർവിയാണ്. ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഏതെങ്കിലുമൊക്കെ സങ്കര ഇനങ്ങൾ ചോദ്യം വരും. ലോലമാലിക, ഭാഗ്യലക്ഷ്മി ജ്യോതികൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഏതെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ വരും. ഒരുപാട് നമുക്ക് ഇന്ന് പഠിച്ചു പോകാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. പിന്നെ മൗലികാവകാശങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നത് ഭാഗം 3 ആണ് കേട്ടോ. ഭാഗം 3 ഇതൊന്ന് പഠിച്ചിട്ട് പോയിക്കോ. മൗലികാവകാശം ഭാഗം 3. ഭാഗം 4 എന്താണ്? ഭാഗം 4 മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഭാഗം 4 മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഭാഗം 4A ആണ് മൗലിക കടമകൾ. ഭാഗം 4A ആണ്. മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ 51A ആണ്. ഇത് രണ്ടും മാത്രം ഒന്ന് ഒപ്പം പഠിച്ചു വെക്കുക. ഓക്കെ, 4A 51A മൗലിക
കടമകളാണ്. മൗലികാവകാശം, ഈ മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്ന ചോദ്യം വരും. സർദാർ വല്ലഭായ് പട്ടേലാണ് കേട്ടോ. സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത്. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ ചോദിക്കുകയാണെങ്കിൽ അത് സുപ്രീം കോടതിയാണ്. ഓക്കെ, എത്ര മൗലികാവകാശങ്ങളുണ്ട്? 6 മൗലികാവകാശങ്ങളാണ് നിലവിലുള്ളത്. എന്നാൽ ആദ്യം ഇത് നിലവിൽ വരുമ്പോൾ എത്ര മൗലികാവകാശം ഉണ്ടായിരുന്നു? 7 മൗലികാവകാശം. പക്ഷെ ഇപ്പൊ 6 എണ്ണേ ഉള്ളൂ. ഏതാണ് ഒരെണ്ണം? എടുത്തു മാറ്റിയ ഒരെണ്ണം ഏതാണ്? എടുത്തു മാറ്റിയ ഒരേ ഒരെണ്ണം സ്വത്തവകാശം. ഓക്കെ, അപ്പൊ ഇതൊരു ചോദ്യം പ്രതീക്ഷിച്ചത് എപ്പോഴും ചോദ്യം വരുന്നതാണ്, സ്വത്തവകാശം. അതായത് താഴെ തന്നിരിക്കുന്നതിൽ മൗലികാവകാശങ്ങളിൽ പെടാത്തത് ഏത് എപ്പോഴും ഒരു ചോദ്യം വരും. ഏതാണ്? സ്വത്തവകാശം. ഇപ്പൊ മൗലികാവകാശം അല്ല, അതിപ്പോ ഒരു നിയമാവകാശമാണ്. അപ്പൊ അതും പഠിച്ചു വെക്കുക. അപ്പൊ സ്വത്തവകാശം ഇപ്പൊ ഒരു മൗലികാവകാശം അല്ല, ഇത് ചോദ്യം വരും കേട്ടോ. ഇപ്പൊ നിലവിൽ 6 മൗലികാവകാശങ്ങളാണ് ഉള്ളത്. അപ്പൊ മൗലികാവകാശങ്ങളെ കുറിച്ചിട്ട് പഠിച്ചു വെക്കുക. മൗലികാവകാശങ്ങളുടെ ശില്പി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലും. സംരക്ഷകൻ സുപ്രീം കോടതി. പിന്നെ സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരത്തെ പറ്റി പ്രതിപാദിക്കുന്നത് 32, ആർട്ടിക്കിൾ 32 ഹൈക്കോടതി. ശ്രദ്ധിച്ചു വായിക്കണം. സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അതാണെങ്കിൽ ആർട്ടിക്കിൾ 32, ഹൈക്കോടതി ആണെങ്കിൽ മാത്രം ആർട്ടിക്കിൾ 226. ഓക്കെ, രണ്ടും മാറിപ്പോരുത്. ഇത് സുപ്രീം കോടതി, ഇത് ഹൈക്കോടതി. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. റിട്ടുകൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത്. റിട്ടുകൾ, റിട്ട് ബ്രിട്ടൻ, ദട്ടായ വെച്ച് കണക്ട് ചെയ്യുക, എട്ട വെച്ചിട്ട് കണക്ട് ചെയ്യുക. റിട്ട് ബ്രിട്ടൻ. ഓക്കെ, റിട്ട് ബ്രിട്ടൻ കിട്ടുമല്ലോ. പിന്നെ അയർലാൻഡിൽ നിന്നാണ് നിർദ്ദേശക തത്വങ്ങൾ അയർലാൻഡിൽ നിന്നുമാണ് കടം കൊണ്ടത്. പിന്നെ ചോദ്യം വരും, ആമുഖം ഒരേ ഒരു തവണ ഭേദഗതി ചെയ്തത് 42ാം ഭേദഗതിയാണ് കേട്ടോ. 42ാം ഭേദഗതി. ഈ 42ാം ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി. ചോദ്യം വരും, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതാന്ന് ചോദിച്ചാൽ അതേതാണ്? 42ാം ഭേദഗതി. 42ാം ഭേദഗതി സമയത്തെ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധി, പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. അത്രയും ഒന്ന് പഠിച്ചു വെക്കുക. അപ്പൊ 42ാം ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്. ഇനി നമ്മൾ പഠിച്ചു മൗലികാവകാശങ്ങളിൽ നിന്നും ഒന്ന് എടുത്തു മാറ്റി. സ്വത്തവകാശം എടുത്തു മാറ്റിയത് ഏത് ഭേദഗതി പ്രകാരമാണെന്ന് ചോദിച്ചാൽ 44ാം ഭേദഗതിയാണ് കേട്ടോ. 44. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക. ക്ലിയർ ആവുമല്ലോ? ഏകദേശം എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ് ഇട്ടുണ്ടായിരുന്നു, അതും ഒന്ന് കണ്ടിട്ട് പോകും. അതിൽ നമ്മൾ പ്രകാശ പ്രതിഭാസങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് വിസരണം, അപവർത്തനം, ഇതിനെ പറ്റിയൊക്കെ പഠിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് പത്രങ്ങളെ പറ്റി പഠിക്കുന്നുണ്ട്. ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചോദ്യമാണ്. അപ്പൊ കഴിഞ്ഞ 2 ക്ലാസ്സും അതായത് ആവർത്തന ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും കൊണ്ട് 2 or 3 ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ഒരുപാട് കാര്യങ്ങൾ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നന്നായി തന്നെ പഠിച്ചിട്ട് പോവുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നല്ല രീതിയിൽ തന്നെ എക്സാം എഴുതുക. നല്ല മാർക്കോട് കൂടി തന്നെ തിരിച്ചു വരിക. നല്ല കോൺഫിഡൻസോട് കൂടി എക്സാം എഴുതുക. എല്ലാതും പഠിച്ച കാര്യങ്ങളൊന്നും നല്ല രീതിയിൽ റിവൈസ് ചെയ്തിട്ട് പോവുക. നല്ല രീതിയിൽ ആദ്യം പഠിച്ച കാര്യങ്ങളൊന്നും പെർഫെക്റ്റ് ആക്കുക. പിന്നെ അല്ലേ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക. പഠിച്ച കാര്യങ്ങൾ ആദ്യം ഒന്ന് പെർഫെക്റ്റ് ആക്കി വെച്ചിട്ട് പോയിട്ട് നല്ല രീതിയിൽ തന്നെ എക്സാം എഴുതുക. നല്ല കോൺഫിഡൻസോട് കൂടി എക്സാം എഴുതുക. എന്തായാലും എനിക്കിത് കിട്ടും എന്ന കോൺഫിഡൻസോട് കൂടി തന്നെ എക്സാം എഴുതുക. ആദ്യം നമ്മുടെ മനസ്സിനൊന്ന് പറഞ്ഞ് ബോധിപ്പിക്കണം, നിനക്കിത് കിട്ടാനുള്ളതാണ്, അതായത് എനിക്കിത് കിട്ടാനുള്ളതാണ്, ഇനി ടെൻഷൻ അടിക്കാനൊന്നുമില്ല. നല്ല രീതിയിൽ പോയിട്ട് എക്സാം അറ്റൻഡ് ചെയ്താൽ മാത്രം മതി. എന്തായാലും എനിക്കിത് കിട്ടും. അങ്ങനെ നല്ല രീതിയിൽ തന്നെ പോയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ കമന്റ് ഇടേണ്ട ഒരു കാര്യമുണ്ട്. ഇനി വരുന്ന 10th പ്രിലിംസ് പരീക്ഷകൾക്ക് തീർച്ചയായിട്ടും ചോദിക്കുന്ന ഉറപ്പുള്ള ഒരു ചോദ്യം എല്ലാവരും കമന്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ചോദ്യം, അതായത് നീതി ആയോഗ് ചോദ്യം വരും. നീതി ആയോഗ് 2015 നിലവിൽ വന്നത് അല്ലേ? 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. എപ്പോഴും ചോദ്യം വരുന്നല്ലേ നീതി ആയോഗ് നിലവിൽ വന്ന വർഷം, അല്ലെങ്കിൽ ആസൂത്രണ കമ്മീഷന് പകരമായി നിലവിൽ വന്നത് ഏതെന്ന് ചോദ്യം വരും. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 1950 മാർച്ച് 15 അപ്പൊ അതൊക്കെ പഠിച്ചു വെക്കുക. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു, ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ, അതുപോലെ തന്നെ നീതി ആയോഗിന്റെ ആദ്യ അധ്യക്ഷൻ നരേന്ദ്രമോദി, ആദ്യ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയ, ആദ്യ CEO സിന്ധു ശ്രീ ഗുള്ളർ. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇതൊക്കെ നമ്മൾ മുമ്പുള്ള ആവർത്തന ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും എന്നുള്ള ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പൊ ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് നന്നായി പഠിച്ചിട്ട് തന്നെ പോവുക. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് എന്തായാലും ചോദ്യം വരുന്ന ഉറപ്പുള്ള ഒരു ചോദ്യം നിങ്ങളുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഏതൊക്കെ ചോദ്യം വരുമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ തന്നെ കമന്റ് ചെയ്യുക. പിന്നെ ഈ കമന്റ് വായിച്ചിട്ടൊക്കെ നിങ്ങൾ ഈ ചോദ്യങ്ങളൊക്കെ പഠിച്ചിട്ട് പോകും. അത്രയും റിപ്പീറ്റിംഗ് ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് ഓരോരുത്തരും കമന്റ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഓരോരുത്തരും ഇട്ട കമന്റുകളൊക്കെ വായിച്ചൊന്ന് പഠിച്ചിട്ട് പോവുക. അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ കുറേ പുതിയ അറിവുകൾ കിട്ടാനും സഹായിക്കും. പുതിയ ഒരുപാട് നല്ല ചോദ്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ കയറും. അപ്പൊ കമന്റ് നോക്കിയിട്ട് നന്നായി വായിച്ച് പഠിച്ചിട്ടൊക്കെ പോവുക. എന്തായാലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ചോദ്യമെങ്കിലും നല്ല രീതിയിൽ നല്ല സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു ചോദ്യമെങ്കിലും എന്തെങ്കിലും ഒരു ചോദ്യം ഇട്ടിട്ട് പോകണ്ട. എന്തായാലും വരാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമെങ്കിലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് കമന്റായി രേഖപ്പെടുത്തുക. അപ്പൊ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടത് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക. അപ്പൊ ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.